എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 1838 ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്കൊരു ക്ലാസ് ആണ്. ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് ഡോക്ടർ ഭാഗ്യലക്ഷ്മിയാണ്. മാഡത്തിനോടൊപ്പം ക്ലാസ്സിൽ പങ്കെടുക്കുവാനായി ഇന്ന് സൂമിലെത്തിയിട്ടുള്ള എല്ലാ ബഹുമാനീയരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഡോക്ടർ ഭാഗ്യലക്ഷ്മിയോടൊപ്പം എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ ക്ലാസിന്റെ വിഷയം. മാഡം നമുക്ക് ഒത്തിരി ക്ലാസ്സുകൾ ഇതിനകം എടുത്തിട്ടുണ്ട്. കുറച്ച് ഒരു ബ്രേക്കിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും മാഡം ക്ലാസ്സിനായിട്ട് എത്തിയിട്ടുള്ളത്. ഒരുപാട് നല്ല അറിവുകൾ തരുന്ന ക്ലാസ്സുകളാണ്. നല്ല ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറാണ്. ഭാഗ്യലക്ഷ്മി മാഡത്തിന് നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഏറെ സ്നേഹപൂർവ്വവും ആദരപൂർവ്വവും ഇന്നത്തെ ക്ലാസ്സിനായി ക്ഷണിക്കുന്നു. മാഡം, ക്ലാസ് തുടങ്ങും. നമസ്കാരം എല്ലാവർക്കും. ഞാൻ ആദ്യമായി എന്നെ ഈ നിലയിലാക്കിയ എൻ്റെ ഗുരുക്കന്മാരുടെ പാതാരവിന്ദങ്ങളിൽ എൻ്റെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ക്ലാസ് തുടങ്ങട്ടെ. ക്ലാസ്സായിട്ട് പറയാനൊന്നുമില്ല. എൻ്റെ കുറച്ച് അനുഭവങ്ങൾ, ഞാൻ എപ്പോഴും അനുഭവങ്ങൾ പറയുകയാണല്ലോ, കൂട്ടത്തിൽ ഈ പ്രാവശ്യം ഞാൻ പറയാമെന്ന് വിചാരിച്ചത് എൻ്റെ കുറച്ച് റയർ റെമഡീസ് കൊണ്ട് പെട്ടെന്ന് എഫക്റ്റ് കിട്ടിയിട്ടുള്ള കുറച്ച് കേസസ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റയർ റെമഡീസ് എന്നുള്ളത് വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. എങ്കിലും ഞാനൊന്ന് അത് പറയാം. ആദ്യമായിട്ടൊരു കേസ്, വളരെ നാളായിട്ട് ഒരു ചെവിക്കകത്ത് ഇച്ചിങ്, വളരെ സിമ്പിളാണ് കാര്യം, പക്ഷെ അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ചെവിയുടെ അതൊരു 60 വയസ്സൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ്. അവർ കാണാത്ത ENT-കാരൊന്നുമില്ല. നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഗീതാഞ്ജലി ഹോസ്പിറ്റലൊക്കെ ഡോക്ടർ അരുൺ ഒക്കെ വലിയ ഇതായിട്ടുള്ള ഡോക്ടർമാരാണ്. അപ്പൊ അവരെയൊക്കെ കണ്ടു. കുറെ നാളായിട്ട് മരുന്ന് കഴിക്കുന്നത്, പക്ഷെ അവർക്ക് രാത്രിയാകുമ്പോൾ ചെവി ചൊറിയും, അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇതായിരുന്നു അവരുടെ ബുദ്ധിമുട്ട്. ഞാനത് വന്ന സിംറ്റംസ് ഒക്കെ ചോദിച്ചു. അങ്ങനെ പ്രത്യേകിച്ച് സിംറ്റം ഒന്നുമില്ല. അവർക്ക് വേറെ പറയാനോ കോൺസ്റ്റിറ്റ്യൂഷനോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. അവർക്ക് ആകെപ്പാടുള്ള ചെവി ചൊറിച്ചില്ല. ഡോക്ടർ ഇതൊന്ന് മാറ്റി തരണം. ഞാൻ ജസ്റ്റ് നമ്മുടെ റെപ്പറട്ടറി ഒന്ന് നോക്കി. അപ്പൊ കിട്ടിയിട്ട് അതിൽ അതുപോലെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു ഇച്ചിങ്. ഇയറില് ലെഫ്റ്റ് ഇയറിൽ ഉള്ളത് അനഗാലിസ്. ഞാൻ അനഗാലിസ് 3x കൊടുത്തു. ഒരു 1 gram പിൽസ് 3 വീതം 3 നേരം കഴിക്കാൻ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അവർ ഒരാഴ്ച കഴിഞ്ഞ് വന്നു. ഒരാഴ്ച കഴിഞ്ഞ് വന്നെത്തിയപ്പോഴത്തേക്ക് അവർക്ക് നല്ല സുഖം, ഒരാഴ്ചയായിട്ട് സുഖമായിട്ട് ഉറങ്ങിയെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ റയർ റെമഡിയുടെ ആ ഒരു ഇത് വളരെ ഇതായിട്ട് ഞാൻ ആ ഒരു കേസ് ഒരിക്കലും പറയത്തില്ല. അനഗാലിസ്. ഈ അനഗാലിസിന്റെ മെയിൻ സിംറ്റംസ് എന്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിങ് ആൻഡ് ഡ്രൈ ബ്രാൻ ലൈക്ക് ഇറപ്ഷൻസ് എസ്പെഷ്യലി ഓൺ ഹാൻഡ്സ് ആൻഡ് ഫിംഗേഴ്സ്. അതാണ് കൂടുതൽ അതിനകത്ത് പറയുന്നത്. പിന്നെ അത് നമുക്ക് വാട്സിന് നല്ലതാ. അത് പിന്നെ സോഫ്റ്റനിങ്, പവർ ഓഫ് സോഫ്റ്റനിങ് ദ ഫ്ലഷ് ആൻഡ് ഡിസ്ട്രോയിങ് വാട്സ്. അത് പിന്നെ ഭയങ്കരമായിട്ട് നമുക്കത് ഉപയോഗപ്രദമായിട്ടുള്ള ഒരു മരുന്നാണ് അനഗാലിസ്. അതുപോലെ തന്നെ ഇതേപോലെ തന്നെ സ്കിന്നിൽ ഇച്ചിങ് കയ്യിൽ വരുന്നതിന് നമുക്ക് പിക്സ് ലിക്വിഡ എന്ന് പറയുന്ന മരുന്നും വളരെ ഉപയോഗപ്രദമാണ്. ആ പിക്സ് ലിക്വിഡയുടെ യൂസ് കൂടുതലും നമ്മുടെ കൈയുടെ പുറകുവശത്താണ്. അതിനകത്ത് പിന്നെ എറപ്ഷൻസ് ഓൺ ബാക്ക് ഓഫ് ഹാൻഡ്സ്. ഈ പിക്സ് ലിക്വിഡ നമുക്ക് ഇപ്പോഴത്തെ ചുമയ്ക്കും നല്ല യൂസ് ഉള്ള മെഡിസിനാണ്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴത്തെ ബ്രോങ്കിയൽ പനി വന്നു കഴിഞ്ഞപ്പോൾ നല്ല ഒരു ചുമ വരുന്നുണ്ടല്ലോ, ഒരു ബ്രോങ്കൈറ്റിസ് പോലെ വരുന്ന സമയത്ത് നമുക്ക് കൊടുക്കാവുന്ന ഒരു മരുന്നാണ് പിക്സ് ലിക്വിഡ. അത് 30 റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അങ്ങനെ ഈ 2 മരുന്ന്. പിന്നെ അടുത്തത് ഇപ്പോഴത്തെ ചുമയ്ക്ക് പറ്റിയ ഒരു മരുന്നാണ്. ചുമയും പനിയുമായിട്ട് കുട്ടികളിൽ കൊണ്ടുവരുമ്പോൾ ഇപ്പൊ നമുക്ക് എഫക്റ്റീവായിട്ട് കിട്ടുന്ന മരുന്ന് എവിയറെ. അത് നല്ല ആക്ഷനാണ്. എവിയറെ 30. അതോടെ അവർ 2-3 ഡോസ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് കുറച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ചുമയും ചെസ്റ്റ് ഇൻഫെക്ഷനും.
പിന്നെ റയർ റെമഡീസിന്റെ കാര്യം പറയാൻ വോമിറ്റിങ്ങിന് ഏറ്റവും പറ്റിയ ഒരു മരുന്നാണ് അമൈഗ്ഡാലസ്. ആ മെഡിസിൻ വോമിറ്റിംഗ് ഓഫ് പ്രഗ്നൻസിക്കും ഭയങ്കര ഇതാണ്. മോർണിംഗ് സിക്നസിനൊക്കെ കൊടുക്കാം. അത് രാവിലെ തന്നെ പ്രഗ്നൻസി മോർണിംഗ് സിക്നസ് വരുന്ന പേഷ്യന്റിന് അവർക്ക് അതിന്റെ അമൈഗ്ഡാലസ് 30 അല്ലെങ്കിൽ 3x ഏതെങ്കിലും ഒരു പൊട്ടൻസി നാക്കിലിറ്റിച്ച് കൊടുത്തോണ്ട് അത് തന്നെ അവരുടെ കയ്യിൽ കൊടുത്തിരുന്നാൽ മതി. അവിടുന്ന് അതെടുത്ത് നാക്കിലിറ്റിച്ചുകൊണ്ട് എഴുന്നേക്കാൻ പറയുക. അപ്പോഴത്തേക്ക് അത് മോർണിംഗ് സിക്നസിന് നല്ല എഫക്റ്റീവായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഛർദിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഫുഡ് കഴിച്ചാലും ഛർദിക്കുന്നു, കുട്ടികളൊക്കെ ഛർദിക്കുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് അമൈഗ്ഡാലസ് യൂസ്ഫുള്ളാ. പിന്നെ അടുത്തത് അലർജിക്ക് നമ്മുടെ ആർട്ടിക്കേറിയയ്ക്ക് ഏറ്റവും പറ്റിയ ഒരു മരുന്നാണ് അസ്റ്റാക്കസ്. അത് ഫിഷ് കഴിച്ചിട്ട് ഇത് വരുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അസ്റ്റാക്കസ് നന്നായിട്ട് യൂസ് ചെയ്യാം. അതും നമ്മള് ക്രോണിക് ആയിട്ട് അർട്ടിക്കേറിയ വരുമ്പോൾ നമ്മൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കുമ്പോൾ ലിവർ ഫംഗ്ഷന് വേരിയേഷൻ ഉണ്ടെങ്കിൽ ഈ അസ്റ്റാക്കസ് നല്ലപോലെ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് സൈപ്രിപീഡിയ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കാം. പക്ഷെ കൊച്ചു കുട്ടികൾ രാത്രി ഉറങ്ങാതിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര എഫക്റ്റീവ് ആണ് നമുക്കത്. രാത്രി കരച്ചിലാണെന്ന് പറയുന്ന കുട്ടികൾക്ക് നമ്മൾ പല മരുന്നുകളും കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗം കിട്ടിയിട്ടുള്ള മരുന്നാണ് സൈപ്രിപീഡിയ. 30 ആണ്. അത് 1-2 ഡോസ് നമ്മൾ കൊടുത്തിരുന്നാൽ മതി. നമുക്ക് അതിനകത്തുനിന്ന് നമുക്ക് നന്നായിട്ട് മെഡിസിൻ റിസൾട്ട് കിട്ടും. പിന്നെ ബെറൈറ്റ അയഡൈഡിൻ്റെത് പിന്നെ ഇൻഡുറേറ്റഡ് ഗ്ലാൻസ് നമുക്ക് ബെറൈറ്റ ടോൺസിലൈറ്റിസിനൊക്കെ ഏറ്റവും പറ്റിയ ഭയങ്കരമായിട്ട് കളറ് സ്വെല്ലിംഗ് ഉള്ള ഇതായിട്ട് നിൽക്കുന്ന മാറാതെ നിൽക്കുന്ന ടോൺസിൽസിന് സ്ഥിരമായിട്ട് ടോൺസിലും അഡിനോയിഡും കൂടെ കൂടുതലായിട്ട് നിൽക്കുന്ന കണ്ടീഷനിൽ ഞാൻ ബെറൈറ്റ അയഡൈഡ് 1 കൊടുക്കും. അത് റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കും. റിപ്പീറ്റഡ് മീൻസ് വീക്ക്ലി വൺസ് ഒക്കെ കൊടുക്കും ഓരോ ഡോസ്. അങ്ങനെ ഒരു 2 മാസമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അവരുടെ ആ സ്വെല്ലിങ് ടോൺസിൽസിന്റെ സ്വെല്ലിങ് കുറയാറുണ്ട്. അതുപോലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇൻക്രീസ്ഡ് ലൂക്കോസൈറ്റോസിസ് ഉണ്ടെങ്കിലും നമുക്ക് ഈ ബെറൈറ്റ അയഡൈഡിൽ നല്ല ആക്ഷൻ ഉണ്ടാവും. പിന്നെ ഒരു മെഡിസിൻ കാസ്റ്ററിക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എങ്കിലും എനിക്ക് നല്ല ഉപയോഗമാണ്. പിന്നെ പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അമ്മമാർക്ക് മുല കൂട്ടുമ്പോൾ ക്രാക്ക് വരുന്ന ബ്രസ്റ്റില് മാമയിലൊക്കെ ക്രാക്ക് വരുന്നതിന് നമ്പർ 1 റെമഡിയാണ്. ഗ്രാഫൈറ്റിസ് ഒക്കെ പറയുന്നുണ്ടെങ്കിലും അതിനൊക്കെ ഇതായിട്ട് കൂടുതലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് കാസ്റ്ററിക്ക്. അത് 30 ആണ് ഞാൻ കൊടുക്കുന്നത്. അത് ഡെയിലി 2 പ്രാവശ്യമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് നമുക്ക് അവരുടെ അത് മാറ്റിയെടുക്കാം. അതുപോലെ ഞാൻ അതിനകത്ത് തേൻ പുരട്ടാനും പറയും. ബ്രസ്റ്റിലെ തേൻ പുരട്ടാൻ. അപ്പൊ കുഞ്ഞുങ്ങൾ കുടിച്ചാലും കുഴപ്പമില്ലല്ലോ. വേറെ മറ്റു മെഡിസിൻസ് ഒന്നും ഞാൻ കൊടുക്കാറില്ല. ചാംസ്കിൻ ഓയിൻമെന്റ് ഒക്കെ നല്ലതെന്ന് പറയും, പക്ഷെ അതൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. നല്ല തേൻ വാങ്ങിച്ച് പുരട്ടിക്കോളൂ, എന്നിട്ട് കഴുകിയിട്ട് കൊടുത്താൽ മതി. എങ്കിലും അത് ഇടയിൽ നിന്ന് ഇത്തിരി കുട്ടികൾക്ക് കിട്ടിയാലും നല്ല സാധനമാണല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ കൊടുക്കുന്നത് തേനാണ്. അതുപോലെ പിന്നെ കുറേറ എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്. അത് നമ്മൾക്ക് പിന്നെ സ്ലീപ്പ് അപ്നിയക്ക് ഏറ്റവും നല്ലൊരു മരുന്നാണ്. സ്ലീപ്പ് അപ്നിയ ഉറങ്ങിക്കിടക്കുമ്പോൾ പെട്ടെന്ന് ചാടി എണീക്കുന്ന, ശ്വാസം കിട്ടാതെ ചാടി എണീക്കുന്ന ഒരു കണ്ടീഷൻ വരുമ്പം ഞാൻ കൊടുക്കുന്ന മെഡിസിനാണ് പിന്നെ കുറേറ. അത് 30. അങ്ങനെ ഒരു മെഡിസിൻ ഉണ്ട്, അത് കൊടുക്കും. പിന്നെ എർജിറോൺ എല്ലാവർക്കും അറിയാതിരിക്കും. നല്ല പിന്നെ ബ്ലീഡിങ് ഭയങ്കര ക്ലോട്ടർ ആകുമ്പോൾ അതിന് കൊടുക്കുന്ന ഒരു മരുന്നാണ് എർജിറോൺ. അപ്പൊ പിന്നെ അതുപോലെ തന്നെ വീക്ക് യൂട്രസ് ഓഫ് പ്രഗ്നന്റ് വുമൺ, യൂട്രസിന് കട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു വരുന്നവർക്കാണെങ്കിൽ എർജിറോൺ കൊടുത്തു കഴിഞ്ഞാലും നല്ല ആക്ഷൻ ഉണ്ട്. പിന്നെ ഇലറ്റേറിയം ഡയറിയയ്ക്ക് ഭയങ്കര എഫക്റ്റീവ് ആണ്. വയലന്റ് വോമിറ്റിംഗ് ആൻഡ് പർജിങ് വിത്ത് പ്രൊഫ്യൂസ് കോഫിയസ് വാട്ടറി ഡയറിയ അങ്ങനെ വരുന്ന ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ വെറേട്രോ ആൽബം, ഈ ഇലറ്റേറിയം, കാമ്പറി 3 മരുന്ന്, ഇതിന് 3-ൽ ഏതിൻ്റെ അകത്തായാലും നമുക്ക് ആക്ഷൻ കിട്ടിയിരിക്കും. അതിൽ
മറ്റേ രണ്ടും ഫലിച്ചില്ലെങ്കിൽ നമുക്ക് മൂന്നാമത് ചെയ്യാവുന്ന ഒരു മെഡിസിനാണ് ഇലറ്റേറിയ. പിന്നെ യുജീനിയ, അതറിയാമായിരിക്കും, ആക്നി വൾഗാരിസിന് നല്ല, അത് പിന്നെ സ്കിൻ റിസീവ്സ് ഫ്രം ദ നെയിൽസ് ആൻഡ് ഫോമിങ് പസ്, അതിനും നല്ലതായി. കയ്യില് പിന്നെ ഇവിടുത്തെ നമ്മളെ വിരലിന്റെ നഖം ഇങ്ങനെ ഉള്ളിലോട്ട് പോയിട്ട് അവിടെ പസ് വരുന്നതിന്റെ കണ്ടീഷനും ഈ യുജീനിയ നല്ല മെഡിസിനാണ്. പിന്നെ ഹെഡേറ ഹെലിക്സ് കേട്ടിട്ടുണ്ടാവും എല്ലാരും. അത് പിന്നെ ഹൈഡ്രോസെഫാലസ് നല്ല പല കേസസിലും നമ്മുടെ ഫ്ലൂയിഡ്, തലയിലാത്ത ഫ്ലൂയിഡ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിഞ്ചർ കണ്ണടച്ചു കൊടുക്കാം. ഏത് കേസിലായാലും ശരി തന്നെ ഹെഡേറ ഹെലിക്സ് നല്ല ആക്ഷൻ കിട്ടും. പിന്നെ എന്തിനാണെന്ന് പറഞ്ഞു? ഹെഡേറ ഹെലിക്സ് എന്തിനാണ്? HEDERA ഹെലിക്സ്, HELIX. ഇൻഡിക്കേഷൻ എന്താന്ന് പറഞ്ഞു? ഹൈഡ്രോസെഫാലസ്. ഈ ചില കൊച്ചുങ്ങളെ ജനിക്കുമ്പോഴേ ഇങ്ങനെ കാണുമല്ലോ, അതിനൊക്കെ കൊള്ളാമോ? പിന്നെ ഏറ്റവും നല്ലതാ കുഞ്ഞുങ്ങൾക്ക്. അത് ഭയങ്കര പെട്ടെന്ന് അത് ഫ്ലൂയിഡ് വലിഞ്ഞു കിട്ടും. അങ്ങനെ എനിക്ക് ഒരുപാട് കേസ് ഞാനത് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഒരു കുട്ടി ഇപ്പൊ കൊടുത്ത് ഓരോ പ്രാവശ്യം അവരെ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് വരുമ്പോ തലയുടെ വലിപ്പം കുറഞ്ഞ് വരുന്നുണ്ടായിട്ടുണ്ടായതുണ്ട്. പിന്നെ ഹിപ്പോമാനിസ് എന്ന് പറയുന്ന ഒരു മരുന്നുണ്ടല്ലോ, അതിന് എനിക്ക് കൂടുതൽ പിന്നെ ആക്ഷൻ കിട്ടുന്നത് ഈ റിസ്റ്റ് ജോയിന്റ് പെയിൻ പറഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മൾ കൊടുക്കാൻ പറ്റിയ മരുന്നാണ് ഹിപ്പോമാനിസ്. പിന്നെ ഹോങ്ങിയാൻ, പേര് പറയാൻ ഹോങ്നാൻ, അത് അറിയാവുന്നതായിരിക്കുമല്ലോ. ക്യാൻസർ കേസസിലൊക്കെ നമുക്ക് അതിന്റെ ആ ഒഫൻസീവ്നെസ്സും കാര്യങ്ങളും ഒക്കെ പെട്ടെന്ന് ബ്ലീഡിങ്, പിന്നെ ഈ ഫെറ്റർ മാറ്റാനും ഒഫൻസീവ്നെസ് മാറ്റാനും എല്ലാത്തിനും നല്ല മരുന്നാണ് ഹോങ്നാൻ. ആ ഹോങ്നാനിനെ കൊണ്ട് നമുക്ക് അതിന്റെ ഹീലിംഗ് പ്രോസസ്സ് പെട്ടെന്നാക്കുകയും ചെയ്യും. അതൊരു നല്ല മെഡിസിനാണ്. പിന്നെ ക്രോണിക് റുമാറ്റിസത്തിന് പറ്റിയ ഒരു മരുന്നാണ് ഗെറ്റിസ്ബർഗ് വാട്ടർ. ഗെറ്റിസ്ബർഗ് വാട്ടർ എന്നും പറഞ്ഞ ഒരു മെഡിസിൻ ഉണ്ടല്ലോ നമുക്ക്. അതിന്റെ മെയിൻ ഇൻഡിക്കേഷൻ ഈ ഒരു പിന്നെ റുമാറ്റിസ് ആണ്. പിന്നെ അർബസ് എന്നും പറഞ്ഞൊരു മെഡിസിൻ അറിയാമോ? ജെക്യുർറ്റി. അത് കണ്ണിന്റെ കേട്ടില്ല. അർബസ് ARBS അർബസ്. അത് സാധനം നമ്മുടെ കുന്നിക്കുരുവാ. കണ്ണ് നല്ല ചുവപ്പ്, ഭയങ്കര റെഡ്നെസ്സും നല്ല കൺജങ്ക്റ്റിവൈറ്റിസ് വന്ന് കണ്ണ് നല്ല കുന്നിക്കുരു പോലെ ചുവന്നിരിക്കുന്ന സാധനത്തില് അത് നമ്മള് ഡൈലൂട്ട്, നമ്മൾ യൂഫ്രേഷ്യ ഐലോഷൻ കൊടുക്കുന്ന പോലെ തന്നെ ഇതിന്റെ ടിഞ്ചർ ഇതാക്കി കൊടുക്കുകയും ചെയ്യാം. അതോടൊപ്പം പിന്നെ നമുക്ക് ഇന്റേണൽ ആയിട്ട് 3x കൊടുക്കുക. ഒരു 2 ദിവസം കൊണ്ട് നമുക്ക് കൺജങ്ക്റ്റിവൈറ്റിസ് മാറ്റി കിട്ടും. പറയുന്ന മെഡിസിന്റെ എല്ലാ സ്പെല്ലിങ്ങും കൂടെ പറയണേ, ഏത് പൊട്ടാൻസി അന്നൂടെ പറയണേ എന്നൊരു കമന്റ് വന്നിട്ടുണ്ട്. പൊട്ടൻസി ഇതില് പിന്നെ അർബസ് അതിന് വേറൊരു പേരുണ്ട്, JEQUIRITY, ജെക്യുർറ്റി. അതാണ് ഞാൻ പറഞ്ഞ കുന്നിക്കുരു. കുരുളന്റെ കൺജങ്ക്റ്റിവൈറ്റിസ് ആണ്. ഇപ്പൊ അങ്ങനെ കാണാറില്ല. ഒരു 2 വർഷം മുമ്പൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. ഒരിടയ്ക്ക് മൊത്തം ഈ കുന്നിക്കുരു പോലെ ചുവന്ന കൺജങ്ക്റ്റിവൈറ്റിസ് ആയിരുന്നു. അപ്പൊ അതെ, ആ കൺജങ്ക്റ്റിവൈറ്റിസിന് ഒരു നിമിഷം. ഗെറ്റിസ്ബർഗ് പറയും മാഡം, പോയിട്ട് ഒരു ബ്രേക്ക്. അപ്പോഴത്തേക്ക് ഞാൻ വേറൊരു കാര്യം പറയാം. അപ്പോ പറഞ്ഞ
അല്ല നമ്മുടെ അല്ലെ മാഡം വരാൻ താമസിക്കുമെന്ന് വിചാരിച്ചാണ് നമ്മുടെ സെപ്റ്റംബർ 28-ന് താജ് വിവാന്തയിൽ വെച്ച് നടക്കുന്ന നമ്മുടെ 5 ഇയർ സെലിബ്രേഷന് നിങ്ങൾ എല്ലാവരും എത്രയും വേഗത്തിൽ രജിസ്റ്റർ ചെയ്യാത്തവർ രജിസ്റ്റർ ചെയ്ത് നമ്മുടെ പ്രോഗ്രാമിന് ഉള്ള പങ്കാളിത്തം ഉറപ്പാക്കണം. എല്ലാവരും അവിടെ ഉണ്ടാവണം. എല്ലാരും വരാൻ ഇപ്പോഴേ തയ്യാറെടുക്കുക. മറക്കരുത്. സെപ്റ്റംബർ 28 ഞായറാഴ്ച. ഓക്കെ, ഞാൻ റെഡി. ഓക്കെ, മാഡം റെഡി ആയതുപോലെ നിങ്ങൾ എല്ലാവരും റെഡിയാവുക. തീർച്ചയായിട്ടും ഈ പരിപാടി നല്ലൊരു വിജയമാക്കാൻ നിങ്ങൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കും. നമ്മള് അന്നേ തന്നെ ആദ്യമേ തന്നെ ഇതായി ടിക്കറ്റും ബുക്ക് ചെയ്ത് അവിടെ രജിസ്ട്രേഷനും കൊടുത്തു കഴിഞ്ഞു. നമ്മള് എന്തായാലും ഈ കണ്ടീഷനിൽ പോവുകയാണെങ്കിൽ വന്നിരിക്കും. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനി ഇതാ നമ്മുടെ പരിപാടിയല്ലേ. അതാണ് നമ്മളെ എല്ലാരെയും പരിപാടിയാണ്. ആരും അതിലൊരു വീഴ്ച വരുത്തരുത്. എല്ലാവരും പങ്കെടുക്കണം. നമുക്ക് അവിടെ കാണാം. മാഡം തുടരാം. അതെ. അപ്പം പിന്നെ നമുക്ക് വായുടെ അകത്ത് അൾസറും ഇതൊക്കെ വരുന്നതന്നെ ഗാലിയം, അതൊക്കെ അറിയാവുന്ന മെഡിസിൻസ് ആയിരിക്കും. മാഡം ഗെറ്റിസ്ബർഗ് എന്ന് പറഞ്ഞ മെഡിസിൻ പറഞ്ഞില്ലേ? അതിന്റെ അത് പൊട്ടൻസി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗെറ്റിസ്ബർഗ് പൊട്ടൻസി ഞാൻ കൊടുക്കുന്നത് 6. ഇതൊക്കെ ഞാൻ ഈ റയർ മെഡിസിൻസ് എല്ലാം കൂടുതൽ 3x 6 അങ്ങനെയൊക്കെയുള്ള പൊട്ടൻസികളാണ്. ഇനി നമ്മുടെ ഫെൽറ്റോറി അറിയാലോ എല്ലാവർക്കും. ഫെൽറ്റോറിയും 3x ആണ് ഞാൻ കൊടുക്കുന്നത്. ഗൾസ്റ്റോണിന്റെ മെഡിസിൻ ആണ്. അതോടൊപ്പം തന്നെ അതിന്റെ മെയിൻ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ടെൻഡൻസി ടു സ്ലീപ്പ് ആഫ്റ്റർ ഈറ്റിംഗ്. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന മരുന്നുകളാ. പിന്നെ ഗാലിയം ഞാൻ പറഞ്ഞല്ലോ, അൾസേഴ്സ് ഓൺ ദ ടങ്. മിക്കവാറും ടങ്ങിനകത്ത് അൾസറുമായിട്ടൊന്നും വായു കഴിക്കാൻ വയ്യ എന്നുള്ള ഒരു രീതിയിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് കൊടുക്കാവുന്ന മരുന്നാണ് ഗാലിയം. പിന്നെ ലിയാട്രിക് സ്പിക്കേറ്റ. സ്പെല്ലിംഗ് വേണം. LIATRIS. ലിയാട്രിക് സ്പിക്കേറ്റ. ദേഹം മുഴുവൻ നീരുമായിട്ട് കിഡ്നി ഡിസീസും പിന്നെ ലിവർ ഡിസീസും ഒക്കെ വന്നിട്ട് നീരുമായിട്ട് യൂറിൻ പോകാതൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു ഡയൂറിറ്റിക് എന്നുള്ള ആക്ഷൻ വെച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇത് ടിഞ്ചറാണ്. പിന്നെ ഒരു മെഡിസിൻ ആണെന്ന് പറയുന്നത് ലൊബീലിയ എർണിസ്. ലൊബീലിയ എർണിസ് അല്ല, എർനസ്. ലൊബീലിയ ERINUS. അത് ക്യാൻസർ ഓഫ് സ്റ്റൊമക്ക് ആൻഡ് ഒമൻഡം. മെഡിസിൻ നോർമൽ മരുന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതും കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് അവരുടെ സിംറ്റത്തിന് ഇതെടുക്കാൻ പറ്റും. പിന്നെ നമ്മള് വിറ്റിലിഗോ ആയിട്ട് വരുന്ന പേഷ്യൻസിന് വിറ്റിലിഗോ പ്ലസ് ഈ ഒരു പിന്നെ നമ്മുടെ മെയിൻ റെമഡി എന്താണെന്ന് നോക്കി കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ കൊടുക്കുന്ന ഒരു മരുന്നാണ് MICA. അത് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കും. അതിലൊക്കെ നമുക്ക് ആക്ഷൻ കിട്ടും. പിന്നെ നാഫ്തലിൻ കൊടുക്കാറുണ്ടോ നിങ്ങൾ? നാഫ്തലിന്റെ ആക്ഷൻ കൂടുതലും ഞാൻ കിട്ടിയിട്ടുള്ളത് കോർണിയൽ ഒപ്പാസിറ്റി എന്നൊക്കെ പറഞ്ഞ് കണ്ണിന്റെ പ്രശ്നങ്ങളുമായിട്ട് വരുന്നവർക്ക് നാഫ്തലിൻ കൊടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ആസ്മ വിത്ത് സോർനസ് ഓഫ് ദ ചെസ്റ്റ്. നമ്മള് ഈ കുട്ടികൾക്കൊക്കെ ചിലപ്പോഴേ ഒട്ടും എന്ത് പിന്നെ കൊടുത്താലും ചെസ്റ്റ് ഇൻഫെക്ഷൻ മാറാതെ ചെസ്റ്റ് കൺജഷൻ ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന കേസസിൽ ഞാൻ നാഫ്തലിൻ 0/3 അതും ആന്റിമാഴ്സ് 0/3 രണ്ടെണ്ണവും മാറ്റി കൊടുക്കുമ്പോൾ
നമുക്ക് ചെസ്റ്റ് ക്ലിയർ ആക്കാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ ഏത് മരുന്ന് കൊടുത്താലും അതിൻ്റെ എന്ത് കൊടുത്താലും ചിലപ്പോൾ ചെസ്റ്റിന് ക്ലിയറൻസ് കിട്ടാതെ വരുന്ന കണ്ടീഷനിൽ ഞാൻ കൊടുക്കുന്ന മരുന്നാണ് നാഫ്തലിൻ. ഈ കണ്ണില് നെർവില് സിസ്റ്റ് പോലെ വരുന്നതിന് എന്ത് കൊടുക്കാൻ പറ്റും? സിസ്റ്റ് പോലെ വന്നാലോ? സിസ്റ്റ് ആണ്. കണ്ണിനകത്തൊരു സിസ്റ്റ് പോലെ വളർന്നിട്ട് കാഴ്ച പോയി. ആ സിസ്റ്റ് റെഡ്യൂസ് ചെയ്യണം. അത് നമുക്ക് തൂജ കൊടുക്കാം, കാൽക്കറിയ ഫ്ലോർ കൊടുക്കാം, പിന്നെ ലാപ്പിസ് ആൽബ് കൊടുക്കാം, സോഫ്റ്റ് ടിഷ്യൂ അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ രീതിയിലുള്ള മെഡിസിൻസ് ആണ് ചിന്തിക്കേണ്ടത്. മനസ്സിലായില്ലേ? സിസ്റ്റിക് സ്വെല്ലിംഗ് എന്ന് പറയുമ്പോൾ സിസ്റ്റസ് കൊടുക്കാം. ഹൈപ്പോട്ടൻസി ആണ്. അല്ല, തൂജയൊക്കെ ഹൈ കൊടുത്തിട്ട് ഇതൊക്കെ ചെറിയ ഡോസിലായിട്ട് കൊടുത്തത്. കാൽക്കറിയ ഫ്ലോർ 6x 12x അങ്ങനെയൊക്കെ 3x അങ്ങനെയൊക്കെ, അതൊക്കെ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കണം. അല്ല ഒരു ഡോസും കൊടുത്ത് നോക്കിയിരിക്കാൻ പറ്റത്തില്ല. അതാണ് കാഴ്ച പോകുന്ന കാര്യമല്ലേ. അത് നമുക്ക് ആ സിസ്റ്റിനെ കുറയ്ക്കണം എന്നുള്ള ഒരു ഇതാണ് വേണ്ടത്. പണ്ട് പിന്നെ എൻ്റെ സിസ്റ്ററിനോട് അച്ഛന് ഇതേപോലെ കണ്ണിനകത്ത് സിസ്റ്റ് വന്ന് ഒരു സർജറിയും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ ഒരു കേസ് വർഷങ്ങൾക്ക് മുമ്പാ. പക്ഷെ അതിന് ഞാൻ തൂജ കൊടുത്ത് പുള്ളിക്ക് കംപ്ലീറ്റ് മാറിയത്. തൂജയും കാൽക്കറി ഫ്ലോറും ആണ് ഞാൻ അത് കൊടുത്തത്. പക്ഷെ നന്നായിട്ട് മറ്റേ ചെന്നൈയില് അരവിന്ദ് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാഴ്ച പോകും. അത് തൂജ വണ്ണം ഒക്കെ റിപ്പീറ്റ് മീൻസ് വീക്കിലി വൺസ് ഒക്കെ ആയിട്ട് കൊടുത്തു. കാൽക്കറി ഫ്ലോർ ഡെയിലി 4 വെച്ച് 3 നേരം അങ്ങനെയൊക്കെ കൊടുത്തു. അപ്പൊ അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മാറി. എത്ര മാസം കൊണ്ട് ശരിയായി? അതൊരു 5-6 മാസം കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ പോയപ്പോ കുറയുന്നുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ എന്താ മരുന്ന് കഴിക്കുന്നത്. അങ്ങനെ കുറച്ച് 1 വർഷത്തോളം കൊടുത്തെന്ന് തോന്നി. ഞാനിപ്പോ ഓർക്കുന്നില്ല. കുറയുമ്പോ കാഴ്ച തിരിച്ചു വരൂല്ലേ? കിട്ടിയല്ലോ, കാഴ്ച തിരിച്ചു കിട്ടി. പുള്ളി ഇപ്പോഴും ഉണ്ട്. ഏതാണ്ട് 92 വയസ്സോ 96 വയസ്സോളം ഉണ്ട്. ഇപ്പോഴും ആക്റ്റീവ് ആണ്. കിട്ടും. നമ്മളത് നോക്കിയിട്ട് അതനുസരിച്ച് കൊടുത്താൽ മതി, കാഴ്ച കിട്ടും. ആ സ്വെല്ലിങ് കുറഞ്ഞു വരുമ്പോ സ്വെല്ലിങ്ങിന്റെ കൊണ്ടാണ് കാഴ്ച പോയതെങ്കിൽ ആ സ്വെല്ലിങ് കുറഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്കത് തിരിച്ചു കിട്ടണമല്ലോ. അത് കറക്റ്റ് ചെയ്താൽ പോരെ. പിന്നെ നോക്കിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ നോക്കണം. എന്തായാലും തൂജ അവിടെ ഒരു മസ്റ്റ് ആണ്. അങ്ങനെ അത് നോക്കുക. പിന്നെ അടുത്ത മെഡിസിൻ ഊഫോറിനം അറിയാമല്ലോ? ഊഫോറിനം അത് പിന്നെ ഈ പറഞ്ഞ പോലെ ക്ലൈമാറ്റിക് ആഫ്റ്റർ ഊഫറക്ടമി കഴിഞ്ഞ് വരുന്ന കേസസിൽ ഞാനത് കൊടുക്കാറുണ്ട് മിക്കവാറും. ഊഫോറിനം 30 2-3 ഡോസ് സ്ഥിരമായിട്ടൊക്കെ കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ എപ്പിഹിസ്ട്രിന എന്ന് പറയുന്ന മെഡിസിൻ, അത് കേട്ടിട്ടുണ്ടോ? എപ്പിഹിസ്ട്രിനം അതും 30 ആണ് കൊടുക്കുന്നത്. അത് ഈ ക്ലൈമാറ്റിക് സമയത്തുണ്ടാകുന്ന ബ്ലീഡിങ്ങിന്. അത് പിന്നെ നമ്മുടെ പൈനസ് എന്ന് പറയുന്നത് പൈനസ് സിൽവസ്റ്റർ, PINUS. അത് വീക്ക് ആംഗിൾസ് ആൻഡ് ക്രാംസ് ഇൻ കാൽ മസിൽസില് ക്രാംസ് വരുന്നതിന് ഏറ്റവും പറ്റിയ മരുന്നാണ് ഈ പിന്നെ പൈനസ്. അത് പൈനസ് ഒക്കെ സ്റ്റിഞ്ചറാണ് കൊടുക്കുന്നത്. പിന്നെ പേണിയ, അതെല്ലാവർക്കും ചെയ്യുന്ന മരുന്നാണ്. വെരിക്കോസ് അൾസറിനും അൾസേഴ്സ് ഓൺ ലോവർ പാർട്ട് ഓഫ് ദ ബോഡി, ലെഗ്, ഫുഡ്, ടോസ്, അത് എല്ലാവർക്കും അറിയാം. പിന്നെ പെട്രോസെലിനം കൊടുക്കുന്നത് ഞാൻ പൈൽസ് ഭയങ്കര ചൊറിച്ചിലെന്നും പറഞ്ഞുകൊണ്ട് പൈൽസിലും ചൊറിച്ചിൽ പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോസെലിനമാണ് ഞാൻ കൊടുക്കാറ്. പിന്നെ പെട്രൂസെൻ, സാധാരണ ചുമ വന്നു കഴിഞ്ഞാലേ ചുമ മാറുന്നില്ലാതെ നിൽക്കുമെങ്കിൽ ഒരു ഡോസ് പെട്രൂസിൻ 1 ml ഒറ്റ ഡോസ്
അത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇൻഡിക്കേറ്റഡ് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് നല്ല ആക്ഷൻ കിട്ടുമായിട്ടുണ്ട്. സ്പാസ്മോഡിക് കഫ് കുറയാതെ കൊച്ചുങ്ങളൊക്കെ ഇങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ ഒരു കാര്യത്തിൽ ഞാൻ പെട്രൂസിൻ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഒരു സപ്പനോറിയ, കൊയിലിയ സപ്പനോറിയ, അതില് കോൾഡിന്റെ തുമ്മല തുടക്കത്തിൽ വന്ന് കിട്ടിയാൽ നമ്മൾ എക്കണൈറ്റ് കൊടുക്കുന്ന പോലെ തന്നെ കൊടുക്കാവുന്ന ഒരു മരുന്നാണ് ഈ സപ്പനോറിയ. അത് ടീഞ്ചർ 2-3 ഡോസ് ചെന്ന് കഴിയുമ്പോൾ അതിന്റെ ആ കോൾഡ് പിടിച്ചു കെട്ടിയതുപോലെ നിൽക്കും. മനസ്സിലായോ? പിന്നെ റെസ്വൻ എല്ലാവർക്കും അറിയാവുന്ന റെസ്വൻ ഭയങ്കര സിവിയർ ഇച്ചിങ്ങും വെച്ചിട്ട് വെസൈക്കുലാർ ഇറപ്ഷൻസ് വന്നിട്ട് ഇച്ചിങ്ങും പെയിനും പറയുവാണെങ്കിൽ നമുക്ക് റെസ്റ്റോക്സിന്റെ പോലെ തന്നെ തോന്നും, പക്ഷെ റെസ്റ്റോക്സിനേക്കാൾ ആക്ഷൻ റെസ്വെന്നിൽ കിട്ടും. അത് 30. റെസ് ഗ്ലാബ്രയുടെ സിംറ്റംസ് എല്ലാവർക്കും അറിയാതിരിക്കാം. ഒഫൻസീവ് ഓർഡർ ഓഫ് സ്റ്റൂൾസ്, നമുക്കത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം. ഒരു ഡിസ്ഇൻഫെക്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യാമെന്നാണ് അല്ല പറയുന്നത്. റെസ് ഗ്ലാബ്ര. അതുപോലെ തന്നെ റെസ് അറോമാറ്റിക്ക. റെസ് അറോമാറ്റിക്കയുടെ മെയിൻ സിംറ്റം ഡയബറ്റിക്, സെനൈൽ പേഷ്യന്റിന് ഡയബറ്റിക് വന്നു കഴിഞ്ഞാൽ നല്ലതായിട്ട് നമുക്ക് കൊടുക്കാവുന്ന ഒരു മരുന്നാണ് റെസ് അറോമാറ്റിക്ക. അത് 30 റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കാം. കോൺസ്റ്റന്റ് ഡ്രിബ്ലിംഗ് ഓഫ് യൂറിനൊക്കെ ഈ പിന്നെ ഓൾഡ് ഏജ് പേഷ്യൻസ് പറയുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാവുന്ന മരുന്നാണ് ഈ റെസ് അറോമാറ്റിക്ക. ഓൾഡ് ഏജ് ട്രിപ്ലിങ്ങും പിന്നെ ഡയബറ്റീസിന്റെ കാര്യം എന്താ പറഞ്ഞ? ഡയബറ്റിക് പേഷ്യൻസിന് നമുക്ക് കൊടുത്ത് ഡയബറ്റിക് കുറയ്ക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് റെസ് അറോമാറ്റിക്ക. ഇതൊക്കെ ഇതാകുമ്പം ഡെയിലി 2-3 നേരം 3 ഡോസ് വരെയൊക്കെ കൊടുക്കാം. ഡെയിലി 3 ഡോസ് വരെയൊക്കെ കൊടുക്കാം. നമുക്ക് 30 അല്ലേ. അപ്പൊ ഈ സെനൈലിറ്റി വരുമ്പോ ഇൻകോണ്ടിനൻസ് ഉണ്ടാവുമല്ലോ മിക്കവാറും. ഡയബറ്റിക്കും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അപ്പൊ നമുക്ക് നന്നായിട്ട് അത് കൊടുത്ത് മാറ്റിയെടുക്കാം. ഞാൻ മുമ്പേ പിന്നെ റെസ് ഗ്ലാബ്രയുടെ പറഞ്ഞ ഒരു സിംറ്റം മറന്നുപോയി. പിന്നെ നമ്മുടെ ഗമ്മൊക്കെ വളരെ സ്പോഞ്ചി ആയിട്ടിരിക്കുവാണെങ്കിൽ സോഫ്റ്റ് സ്പോഞ്ചി ഗമ്മും ആഫ്റ്റേഴ്സ് ഇതും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ലോക്കലി അപ്ലൈ ചെയ്യാം. റെസ് ഗ്ലാബ്രയുടെ ടിഞ്ചർ അത് വളരെ എഫക്റ്റീവാണ്. പിന്നെ റിസിനസ് കമ്മ്യൂണിസ് അതറിയാലോ. റിസിനസ് എന്തിനാ? പാല് വരെ. നമുക്ക് പിന്നെ ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് മിൽക്ക് ഇൻ നഴ്സിംഗ് വുമൺ. 5 drops every 4 hours കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻക്രീസ് ദ ഫ്ലോ ഓഫ് മിൽക്ക്. ടിഞ്ചർ ആയിരിക്കും. ടിഞ്ചർ 3x കൊടുക്കാന്നാ പറയുന്നത്. ടിഞ്ചർ ഓർ 3x രണ്ടും യൂസ് ചെയ്യാം. ഞാൻ കൊടുക്കുന്നത് 3x ആ. പിന്നെ ഇത് മിൽക്ക് ഡെഫിഷ്യൻസിക്ക് വേറെ കൊടുക്കാവുന്ന ഒരു മരുന്ന് അർട്ടിക്കയൂറൻസ് ആണ്. ഫാറ്റ് വുമണിൽ കൂടുതലായിട്ടും പാലില്ലാത്ത ഒരു കണ്ടീഷൻ വരുവാണെങ്കിൽ പിന്നെ അത് നമുക്കിത് കൊടുക്കാം. അതുപോലെ തന്നെ വേറൊരു മരുന്നാണ് കാരം കാർവി, CARUM കാരം കാർവി. വേറെ ഒരെണ്ണം ആസിഡ് ഫോസ് ഉണ്ട്. ഞാൻ ഇതിനേക്കാളൊക്കെ കൂടുതൽ കൊടുക്കുന്ന ഗോസിപ്പിയം. ഞാൻ പിന്നെ ഇന്ന് നോക്കിയപ്പോ കണ്ടത് എന്തെന്നാണ്, എന്റെ മെഡിസിൻ എന്താന്ന് ചോദിച്ചാൽ അത് ഞാൻ ഗോസിപ്പിയം പറയത്തുള്ളൂ. ഗോസിപ്പിയം ടീച്ചർ ഇതുപോലെ ഒരു 5 drops 3 times കൊടുക്കാമെങ്കിൽ വളരെ പെട്ടെന്ന് പാല് വരും. അതുപോലെ തന്നെ നമ്മുടെ അൽഫാൽഫ ടിഞ്ചറും അൽഫാൽഫ പ്ലസ് അമീന ഈ ടിഞ്ചർ നിങ്ങൾ രണ്ടും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അതും നല്ലതാ. ഇതെല്ലാം നല്ല മെഡിസിൻസ് ആണ്, പക്ഷെ ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഗോസിപ്പിയ. അങ്ങനെ. പിന്നെ തീരെ വീക്ക്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ ആസിഡ് ഫോസ് കൊടുക്കാം, ടിഞ്ചർ ഓർ 30 കൊടുക്കാന്ന് വായിച്ചിട്ടുണ്ട്. അത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നതല്ല,
ബാക്കി ഈ പറഞ്ഞതൊക്കെ നമ്മള് ഒരുവിധം കൊടുക്കുന്ന മെഡിസിൻസ് ആണ്. പിന്നെ മുമ്പേ ചുമയുടെ കാര്യം പറഞ്ഞില്ല, അതുപോലെ പറ്റിയ ഒരു മരുന്ന് ഈ വിന്റർ സീസണിൽ, ഇനിയിപ്പോ വിന്റർ വരാൻ പോവല്ലേ, വിന്റർ സീസണിൽ പറ്റിയ ഒരു മരുന്നാണ് സ്റ്റില്ലിഞ്ചിയ. STILLINGIA. അത് എങ്ങനെ കൊടുക്കണ്ടെന്ന് വെച്ചാല് അത് ടിഞ്ചർ ആണ്. 4 drops ഓഫ് ടിഞ്ചർ ഇൻ SL. പൊടിക്കകത്ത് 4 തുള്ളി ഇട്ട് കൊടുക്കുക. അത് ഒരു 4 doses, ഒരു 4 ഡോസ് രാവിലെ വൈകിട്ടുമായിട്ട് 2 ദിവസം കൊടുത്തു കഴിയുമ്പോൾ ചുമയ്ക്ക് നല്ല ആശ്വാസം കിട്ടും. ഞാൻ വളരെ അനുഭവസ്ഥയാണ്. നമ്മളിത് ഓർക്കത്തില്ല ഈ മരുന്നേ. 5-6 പ്രാവശ്യം ചുമച്ച് വേറെ മരുന്നൊക്കെ കൊടുത്തിട്ടും കുറയുന്നില്ല എന്ന് കണ്ടു കഴിയുമ്പോഴാണ് ഞാൻ ഇത് കൊടുത്തിട്ടുള്ളത്. ഇത് അവിടെ ഏതൊരു ബുക്കിൽ വായിച്ചതാ, പക്ഷെ കൊടുത്തു കഴിഞ്ഞപ്പോ നല്ല ആക്ഷൻ ആയിരുന്നു. സ്റ്റില്ലിഞ്ചിയ ടിഞ്ചർ. അതുപോലുള്ള ഒരു തലവേദനയുടെ ഒരു മരുന്നാണ് ഉസ്നിയ, USNEA, ബാർബാറ്റ, BARBATA. പിന്നെ അത് കൺജസ്റ്റീവ് ഹെഡേക്ക് ആണ്. ബേസ്റ്റിംഗ് ടൈപ്പ് ഓഫ് ഹെഡേക്ക്, മോസ്റ്റ്ലി ഓൺ ടെമ്പിൾസിൽ ഓർ ഐസ്. ഐസ് ബേസ്റ്റ് ഔട്ട് ഓഫ് ഫ്രം ദ സോക്കറ്റ് എന്ന് തോന്നിപ്പോ, കണ്ണീർ പൊട്ടിപ്പോകുന്ന പോലുള്ള ഭയങ്കര തലവേദനയ്ക്ക് യൂസ്നിയ അത് കൊടുത്താൽ നല്ല ആക്ഷൻ കിട്ടും. പിന്നെ ഒരു മെഡിസിൻ അനന്തേറിയം മ്യൂറിയാറ്റിക്കം, ANANTHARIUM, അനന്തേറിയം. അതെനിക്ക് നല്ല ഒരു ആക്ഷൻ കിട്ടിയ ഇതാണ് മരുന്ന്. വാട്സ് ലൈക്ക് ഗ്രോത്ത് ഓൺ ദ പിന്നെ ഐബ്രോസിന് പിന്നെ അതെനിക്ക് നല്ലൊരു ആക്ഷൻ. ഒരു കേസ് ഇവിടെ ഇങ്ങനെ തന്നെ ഒരു നല്ലൊരു വാർട്ടുമായിട്ട് വന്ന് ഞാൻ അതിനൊരു ആദ്യം തൂജയൊക്കെ കൊടുത്തു, ഒരു രക്ഷയും കണ്ടില്ല. പിന്നെ ഞാൻ തപ്പിപ്പിടിച്ചെടുത്തതാണ് ഞാൻ അനന്തേറിയം. അത് ഐബ്രോയില് അതെനിക്ക് വേറെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഒരു പെൺകുട്ടി, അതായത് ഒരു 20-25 വയസ്സുള്ള ഒരു കൊച്ചിന്റെ 2 പിരിയവും പൊഴിഞ്ഞു പോയി. അങ്ങ് കംപ്ലീറ്റ് രോമം അങ്ങ് പോയി, അല്ലാതെ തന്നെ വരച്ച് വെക്കുന്ന ഒരു കണ്ടീഷൻ. അത് പെട്ടെന്ന്, വേറെ ഒരു കാര്യമില്ല, കൊച്ചിന് വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. പക്ഷെ അത് എൻ്റെ അടുത്ത് വന്നിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ഇത് തോന്നുമായിരുന്നു, അങ്ങ് വല്ലാതിരിക്കുന്ന ഒരു കണ്ടീഷൻ. പിന്നെ നോക്കി കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ നോക്കി കൊടുത്തിട്ടൊന്നും വന്നില്ല. പിന്നെ ഞാൻ തപ്പിപ്പിടിച്ചെടുത്ത മരുന്നാണിത്. എന്നാ റെപ്പർട്ടൈസ് ചെയ്തപ്പോൾ കിട്ടിയതാ. പക്ഷെ ആ മരുന്ന് കൊടുത്ത് വളരെ എഫക്റ്റീവായി. അതുപോലെ തന്നെ ആ വാട്സിന്റെ കാര്യത്തിലും ഐബ്രോസിൽ നല്ല ആക്ഷനുള്ള മരുന്നാണ് ഈ അനന്തേറിയം മ്യൂർ. പിന്നെ നമ്മൾ പല പേഷ്യന്റും പറയാറില്ലേ, നമുക്ക് പിന്നെ മഴക്കാറ് വരുമ്പോ പെട്ടെന്ന് ദേഹം വേദനയും കാര്യങ്ങളൊക്കെ പറയും. ചിലർക്ക് മെന്റലി ഡിപ്രഷൻ വരുന്ന പോലെ ഈ ദേഹം വേദന പറയും പേഷ്യന്റ്. അതിന് പറ്റിയ മരുന്നാണ് കാൽക്കേറിയ മ്യൂറിയാറ്റിക്ക. പിന്നെ ഒരു മരുന്ന് അനിലിനെ ഓർത്താൽ മതി. നമ്മുടെ അനിലുണ്ടോ? കണ്ടില്ല. അപ്പൊ അനിലിന് മെഡിസിൻ എന്താണെന്നറിയാമോ? നല്ല മെഡിസിനാ. ക്യാൻസറിന്റെ ട്യൂമർ ഓഫ് ദ യൂറിനറി പാസേജ്. ഇപ്പൊ നന്നായിട്ട് നമുക്ക് ആക്ഷൻ കിട്ടും. അതിൽ എനിക്ക് 1-2 കേസിൽ എനിക്കത് നല്ല ആക്ഷൻ കിട്ടിയതാണ്. പിന്നെ അക്യൂട്ടായിട്ട് നമുക്ക് ഈ സിസ്റ്റൈറ്റിസ് കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, മെസീറിയം നല്ല ആക്ഷനാ. അത് റയറല്ല എങ്കിലും ഞാനത് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ചേച്ചി അനിലാണ്. അനന്തേറിയം മൂറ് ഏത് പൊട്ടൻസിയാ?
അത് 30. അലോപേഷ്യ ഏരിയറ്റേക്കാ? അലോപേഷ്യ ഏരിയറ്റ് അല്ല, അലോപേഷ്യ ഇൻ ഐബ്രോസ്. ഐബ്രോസ്, അലോപേഷ്യ ഐബ്രോസ് 30. 30. അത് ബാക്കിയുള്ളതിന് വർക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ല, ബാക്കിയുള്ളതിനെ നോക്കിയിട്ടില്ല. അതിൽ അവിടെ വാട്സ് ഓൺ ഐബ്രോസിലും കിട്ടിയിട്ടുണ്ട്. ഈ 2 കേസിലും നല്ല ആക്ഷൻ കിട്ടിയ ഒരു മരുന്നാണ് അനന്തേറിയ. അനിലിനെ ഞാൻ പറഞ്ഞെന്ന് ജ്യോതി പറഞ്ഞു. അല്ല, അനിൽ ഡോക്ടർ ഇല്ലേന്ന് ചോദിച്ചത്. ഞാൻ പറഞ്ഞു ഇന്ന് കണ്ടില്ല. അയ്യോ, ഞാൻ ഇപ്പോൾ ഉണ്ടായിരുന്നില്ല, അതിനിടയ്ക്ക് ഒരു കോള് വന്നു, അതിന്റെ ഇടയിലായി. അനിലിനെ മറ്റേ നമ്മുടെ എന്താണ് യൂറിനറി ട്രാക്റ്റിലുള്ള ട്യൂമറിന്. അതെ അനിലിന്. അതെ, യൂറിനറി ട്രാക്റ്റിൽ വരുന്ന ട്യൂമറിനല്ലേ? അതെ എഫക്റ്റീവ് ആണ്, ഭയങ്കര എഫക്റ്റീവ് അനില്. അതുപോലെ ഇപ്പൊ ചേച്ചി ഇപ്പൊ പറഞ്ഞ മെസീറിയ ഹെർപ്പിസ് ഉണ്ടെങ്കിൽ 1 ഒറ്റ ഡോസ് അല്ലെങ്കിൽ 200 ഒറ്റ ഡോസ് കൊടുത്താൽ പെയിൻ അപ്പം നിൽക്കും. പെയിൻ പിടിച്ചു കെട്ടിയോളം നിൽക്കും പെയിൻ. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അലോപ്പതി മരുന്ന് കഴിഞ്ഞാൽ പെയിൻ ജീവിതത്തിൽ വിട്ടുമാറില്ല. ഹോമിയോപ്പതി കഴിച്ചാൽ പെയിന് വരത്തേ ഇല്ല. പബ്ലിക്കിൽ അറിഞ്ഞുകൂടാ. ന്യൂറാളജിയാ. അത് നമ്മുടെ സ്പെഷ്യാലിറ്റിയാണ് ഹോമിയോപ്പതി. ഹോമിയോപ്പതിക്ക് ചെയ്യാൻ പറ്റൂ, വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. പെയിൻ ഒന്നൊരു സാധനം വരത്തില്ല ഹെർപ്പിസ് ചെയ്ത. മെസീറിയം കൊടുത്താൽ മതി. ഞാൻ കൊടുക്കാറുണ്ട്. അതുപോലെ അർട്ടിക്ക യൂറസ് ടിഞ്ചർ കൊടുത്താൽ ബ്രസ്റ്റ് മിൽക്ക് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് കൂടും. ഇപ്പൊ നമ്മുടെ ഒരു വെറ്റിനറി ഡോക്ടറുണ്ട്, ഡോക്ടർ അനിൽകുമാർ, ചേച്ചിക്ക് അറിയായിരിക്കും. പുള്ളി നെയ്യാറ്റിങ്കരയാണ് വെറ്റിനറി ഇപ്പൊ റിട്ടയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നത്. ഹോമിയോപ്പതി മരുന്നാണ് 85% ഉപയോഗിക്കുന്നത് മൃഗങ്ങൾക്ക്. പുള്ളിയുടെ മകൾക്ക് കൊടുത്തു. ഒട്ടും പാലില്ലായിരുന്നു. ഒരു വിത്തിൻ ഡേയ്സ് ആണ്, ഒരു 2 ദിവസമായപ്പോ തന്നെ അബണ്ടന്റ് മിൽക്കായി. യൂറസ് ടിഞ്ചർ. അതുപോലെ തന്നെ നമ്മുടെ ഗോസിപ്പിയ. പിന്നെ അതിന് വേറൊരു മെഡിസിൻ കൂടെ ആഡ് ചെയ്യാനുണ്ട്, അസഫെറ്റിഡ. എഫക്റ്റീവ് ആണ്, വളരെ എഫക്റ്റീവ് ആണ് അസഫെറ്റിഡ. അത് കൂടെ ആഡ് ചെയ്യാം. അപ്പൊ അതില് പുള്ളി പറഞ്ഞൊരു അഭിപ്രായം, റിസിനസ് കമ്മ്യൂണിസം അൽഫാൽഫയും കൂടെ മിക്സ് ചെയ്താണ് പശുവിന് കൊടുക്കുന്നത്. പശുവിന് കൊടുത്തു കഴിഞ്ഞാൽ പാല് ഭയങ്കരമായിട്ട് കൂടുന്നതായിട്ട് പുള്ളി പറയുന്നത്. അത് പശുവിന്റെ പാല് കൊടുക്കുന്നതിനെ, പശുവിന്റെ പാല് വരുത്തുന്നതിന് ഗോസിപ്പിയം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? പരുത്തിക്കുരു. അതെ. അപ്പൊ അത് പശുക്കൊക്കെ കൊടുക്കുന്ന സാധനമല്ലേ? അതെ. പക്ഷെ ഇത് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞാണ്, റിസിനസും അൽഫാൽഫയും കൂടെ മിക്സ് ചെയ്യാൻ പുള്ളി പശുവിന് കൊടുക്കുന്നത്. അതെ, ഭയങ്കരമായിട്ട് പാല് കൂടുന്നത് വെറ്ററിനറി ഡോക്ടർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതുണ്ട്, അത് കിട്ടും. ഓക്കെ ചേച്ചി, കാര്യം. അപ്പം നമുക്ക് പിന്നെ നമുക്ക് അപ്പോസൈനം ആൻഡ്രോസിമിനിഫോളിയം അപ്പോസൈനം സാധാരണ നമ്മൾ കേൾക്കുന്ന മരുന്നല്ല ഇത്. അതിനേക്കാളും അതിന്റെ ഷോർട്ട് നോട്ടിലുള്ള സംഭവമാണ്. പിന്നെ അതില് അതിന്റെ സ്പെല്ലിങ് അപ്പോസൈനം, ബാക്കി കഴിഞ്ഞിട്ട് ANDROSAEMIFOLIUM. റൊമാറ്റിക് പെയിന് അതിന്റെ ടിങ്ചർ നല്ല ആക്ഷനാണ്. ഞാനത് നമ്മുടെ ചന്ദ്രമതി ഡോക്ടറാണ് എനിക്ക് അത് തന്നത്. അപ്പം എനിക്ക് അതിന് ശേഷം ഞാൻ അതിന് കൊടുത്തപ്പോഴുണ്ട് നന്നായിട്ട്. അപ്പോസൈനം ആൻഡ്രോസമിനിഫോളിയം ANDROSAEMIFOLIUM. ടിഞ്ചർ എത്ര ഡ്രോപ്സ് വെച്ച് കൊടുക്കും? അത് 8 ഡ്രോപ്സ്. ടിഞ്ചറോ 3x ഒക്കെ കൊടുക്കാം. 3x കൊടുക്കാം, കിട്ടാൻ പാടാ. അവൈലബിൾ ആണോ? അതെ. എവിടുന്ന് കിട്ടി? സെന്റ് ജോർജാ? ഇനി പോട്ടെ, അടുത്തത്. പിന്നെ നമുക്കിടെ പിന്നെ സിംഗത്തിലേക്ക് പോവാം. പിന്നെ നമുക്ക് സിംഗം മലേറിയാനം എല്ലാവർക്കും അറിയുന്ന മെഡിസിൻ ആണ്. പക്ഷെ എന്നാലും അത്
അതിനൊരു പ്രത്യേക ആക്ഷൻ, ഒബ്സ്റ്റിനേറ്റ് ഹിക്കഫ്. ഹിക്കഫ്, ഹിക്കഫ്. ഹിക്കപ്പിന് നമ്മൾ ഒരുപാട് മെഡിസിൻ കൊടുക്കാറുണ്ട്. ആക്സോമിക്ക, സ്ട്രാമോണിയം, മറ്റേ സിനമോൺ ഒക്കെ പറയുമല്ലോ. പക്ഷെ ഇത് ഒരു നല്ല ആക്ഷൻ, വളരെ പെട്ടെന്ന് കിട്ടും. മലേറിയാന് പിന്നെ വേറെ സയാറ്റിക്കുള്ളൂ. സയാറ്റിക്കൊക്കെ ഉണ്ട്. ഫേഷ്യൽ ന്യൂറോളജിയ, ഓവേറിയൻ ന്യൂറോളജിയ, അതിനൊക്കെ കൊള്ളാം. പിന്നെ അതേപോലെ തന്നെ സിംഗം അസറ്റിക്കം. സിംഗം അസറ്റിക്കത്തില് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഓഫ് നൈറ്റ് വാച്ചിങ്, നമ്മള് സാധാരണ കൊടുക്കുന്ന മരുന്ന് മെയിൽസ് ആണെങ്കിൽ നക്സോമിക്ക കൊടുക്കാം, ഫീമെയിൽസ് ആണെങ്കിൽ കോക്കുലസ് കൊടുക്കാന്നാ പറയുന്നത്. പക്ഷെ ഈ സാധനം ഉണ്ടല്ലോ ഭയങ്കര എഫക്റ്റീവ് ആണ്. ബ്രെയിൻ, ദോസ് ഹു ആർ കമ്പൽ ടു വർക്ക് ഓൺ, പിന്നെ ഇതുപോലെ നൈറ്റിൽ നമുക്ക് ജോലി ഉറക്കം ഒഴിഞ്ഞേ പറ്റൂ എന്നുള്ള ഒരു കണ്ടീഷനിൽ വരുന്ന, പിന്നെ അവർക്ക് എത്ര ആയാലും ഇൻസഫിഷ്യന്റ് എമൗണ്ട് ഓഫ് സ്ലീപ്പ് കിട്ടത്തുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെഡിസിൻ, അത് 6th പൊട്ടൻസിയാണ്, സിംഗം അസറ്റിക്കം. നമുക്കത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവ്. അവരുടെ ബ്രെയിനൊക്കെ നല്ല, അതായത് ഈ വീട്ടിലൊക്കെ ആൾക്കാർ വയ്യാതൊക്കെ കിടക്കുന്ന, ഇപ്പോഴും നമുക്ക് ഇതുപോലെ പേഷ്യൻസിനെ കിട്ടും. അപ്പൊ നമ്മൾ സാധാരണ കോക്കുലസ് ആണ് ഞാൻ കൊടുക്കുന്നത്. അപ്പൊ ഈ മരുന്ന് കണ്ടു കഴിഞ്ഞ് ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ല ആക്ഷൻ ഉണ്ട്. സിംഗം അസറ്റിക്കം. അതുപോലെ തന്നെ സിംഗം അയഡേറ്റം. സിംഗം അയഡേറ്റത്തിന്റെ കഫ് ഉണ്ടല്ലോ, ഈ നമ്മുടെ ഇഗ്നേഷ്യ കഫ് പോലെ ചുമച്ചുകൊണ്ടിരുന്നാൽ അങ്ങ് ചുമച്ചിരിക്കും, നിർത്താൻ പറ്റാത്ത രീതി. നമ്മൾ ഇഗ്നേഷ്യ കൊടുത്ത് നിർത്തുന്ന പോലെ ഈ മെഡിസിൻ കൊടുത്താൽ മതി. അത് 30 ആണ് പൊട്ടൻസി. പിന്നെ ഒരു മെഡിസിൻ വൈബ്രനം പ്രൂണിഫോളിയം. വൈബ്രനം ഓപ്പുലസ് ആണ് നമ്മൾ സാധാരണ എല്ലാം ഡിസ്മെനോറിയ എന്നൊക്കെ പറഞ്ഞ് വൈബ്രനം പറയുന്നതെങ്കിൽ അത് നല്ലത് തന്നെ. അതേപോലെ തന്നെ നല്ലൊരു മെഡിസിൻ ആണ് വൈബ്രനം പ്രൂണിഫോളിയം. ഇതിന്റെ ആക്ഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആംനിയോട്ടിക് ഫ്ലൂയിഡ് കുറവെന്ന് പറയുന്ന കണ്ടീഷനിൽ ഗിവൺ ആസ് എ യൂട്രൈൻ ടോണിക്. അതെ, ഞാൻ കൊടുത്തു നോക്കിയിട്ടുണ്ട്. ചേച്ചിയുടെ അടുത്ത് ചോദിച്ചിട്ടാണ് കൊടുത്തത്. 150% എഫക്റ്റീവ് ആണ്. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കുറെ ഡ്രൈ ആവുന്ന ഏത് കേസിലാണോ സ്പെസിഫിക് ആയിട്ട് കൊടുക്കാം. ക്രെഡിറ്റ് കോസ്റ്റ് ബാക്കി ചേച്ചി. എനിക്ക് ക്രെഡിറ്റ് കോസ്റ്റ് ഡോക്ടർ ചന്ദ്രശേഖരൻ എനിക്ക് പറഞ്ഞു തന്നത്. ഇതുപോലെ കണ്ട് ഞാൻ സാറിന്റെ അടുത്ത് ചോദിച്ചപ്പോ സാറാ പറഞ്ഞത്. പേരൊന്നുകൂടെ പറയണേ. വൈബ്രനം അറിയാലോ, VIBRUN പ്രൂണിഫോളിയം, PRUNIFOLIUM. ആദ്യത്തെ കുട്ടി കോംപ്ലിക്കേറ്റഡ് ആയി, രണ്ടാമത്തെ കുട്ടിക്ക് ഈ മെഡിസിൻ കൊടുത്തിരുന്നു, ഒരു പ്രശ്നമില്ലാതെ നോർമൽ ഡെലിവറി ആണ്. പിന്നെ വെർബാനിയ അസ്റ്റേറ്റ. ഇത് എന്തിനാന്ന് വെച്ചാല് ആക്ട് ആസ് എ ബ്രെയിൻ ടോണിക്. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇൻസോമിനിയ, മെന്റൽ എക്സോഷൻ, ഇതില് എപ്പിലെപ്റ്റിക് പേഷ്യൻസിന് നമുക്കൊരു ബ്രെയിൻ ടോണിക് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന മെഡിസിനാ. ഇറ്റ് ബ്രൈറ്റൻസ് അപ്പ് ദ പേഷ്യൻസ് മെന്റൽ പവർ എന്നാ പറയുന്നത്. ഈ എപ്പിലെപ്സി പേഷ്യൻസിന് നമ്മൾ അവരുടെ മറ്റേ മെഡിസിൻസ് കഴിച്ച് വല്ലാത്തൊരു തലയായിട്ടല്ലേ അവര് നടക്കുന്നേ. എന്തോ ടിഞ്ചർ, ബ്രെയിൻ ടോണിക്. ബ്രെയിൻ ടോണിക് ഇപ്പോഴാണ് കേട്ടത്. ഹാർട്ട് ടോണിക്കും ലങ് ടോണിക്കും ഒക്കെ ഉണ്ട്. ഇപ്പൊ ബ്രെയിൻ ടോണിക്കുമായി. ബ്രെയിൻ ടോണിക് ഇതുണ്ട്, മറ്റേ ജിങ്കോ ബൈലോബ. അത് ഓർമ്മക്കുറവൊക്കെ ഉള്ളവർക്ക്. സ്കിൻ ടോണിക് ഇന്നാള് മനോജ് കുമാർ ഡോക്ടർ പ്രസന്റ് ചെയ്തപ്പം സിൽവിയ ഒബിഷനാലിസ് പുള്ളി ബ്രെയിൻ സ്കിൻ ടോണിക് ശരി തന്നെ പറഞ്ഞായിരുന്നു.
സിൽവിയ അല്ല, സാൽവിയ. സെൽവിയ അല്ല, സാൽവിയ. ശരിയാ, സാൽവിയ ഒഫിഷ്യനൽസ്. സ്കിൻ ടോണിക്. അപ്പൊ നമുക്ക് സ്കിൻ കണ്ടീഷൻ ഒക്കെ കൊടുക്കാം അല്ലേ? ഞാൻ കേട്ടില്ലായിരുന്നു. കൊടുക്കാം. ഒരുമാതിരി സൗന്ദര്യം വരുത്താൻ കൊടുക്കാം. ഡോക്ടറെ അത് ടിഞ്ചർ അല്ലേ പറഞ്ഞേ? ടിഞ്ചറാ പറഞ്ഞ, അതെ. സാൽവിയ. അപ്പൊ അതുപോലെ ബ്രെയിൻ ടോണിക് ഇതും ഞാൻ ഈ മരുന്ന് അത്ര അങ്ങ് യൂസ് ചെയ്തിട്ടില്ല. എങ്കിലും ഇന്നാളെ ഒരു എപ്പിലെപ്സി പേഷ്യന്റ് ഞാൻ കൊടുത്തു, അവർക്ക് നല്ല ആശങ്ക. അതുപോലെ തന്നെ ജിങ്കോ എപ്പിലെപ്സിയില് വരാതിരിക്കാനും കൊള്ളാവോ? വരാതിരിക്കാൻ പ്രിവെന്റീവ് പോലല്ല. പ്രിവെന്റീവ് ആയിട്ട് നമുക്ക് നമ്മുടെ മരുന്ന് സിക്കൂട്ട 10M, ട്യൂബർക്കുലിൻ 10M ഇതൊക്കെ കൊടുക്കാം. ആർട്ടിമേഷ്യ. സിക്കൂട്ട 10M കൊടുക്കണം. ഒരാള് ദിവ്യശ്രീ ബ്രെയിൻ ടോണിക് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ബർബാനിയ അസ്റ്റാറ്റ. ബർബാനിയ അസ്റ്റാറ്റ അത് തന്നെ. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു മരുന്ന് പറയാം, വനേഡിയം. അറിയാലോ വനേഡിയം. അത് 6 ഇൻക്രീസസ് ദ ഹീമോഗ്ലോബിൻ ലെവല് നമുക്ക് അനീമിയക്ക് കൊടുക്കാവുന്ന ഒരു മരുന്നാണ് വനേഡിയ. പക്ഷെ ഇറ്റ് ആക്ട്സ് ആസ് എ ഡൈജസ്റ്റീവ് ടോണിക് എന്നും പറയുന്നുണ്ട് ഇതിനകത്ത്. ഡൈജസ്റ്റീവ് ടോണിക് ആയിട്ടും പറയാം. പിന്നെ ഡീജനറേഷൻ ഓഫ് ലിവർ ആൻഡ് ആർട്ടറീസ് അതും വനേഡിയത്തിൽ പറയുന്നുണ്ട്. പിന്നെ അതിരോമ ഓഫ് ദ ആർട്ടറീസ് ഓഫ് ദ ബ്രെയിൻ ആൻഡ് ലിവർ, അതുകൊണ്ടാണ് ഇതിനകത്ത് ഇത് പറഞ്ഞത്. ഇറ്റ് ആക്ട് ആസ് എ ഡൈജസ്റ്റീവ് ടോണിക്. പൊട്ടൻസി ഇത് 6th പൊട്ടൻസി, അതാണ് നല്ല യൂസ് ഉള്ള. പിന്നെ ഒരു മെഡിസിൻ ട്രിറ്റിക്കം റിപ്പൻസ്, അതറിയാതിരിക്കല്ലോ. ട്രിറ്റിക്കം TRITICUM റിപ്പൻസ് REPENS. അത് enlarged prostate with dysuria, cystitis, incontinence and constant desire for urination. ഇത്രയും കണ്ടീഷൻ ഒത്തു വരുവാണെങ്കിൽ ട്രിറ്റിക്കം വളരെ നല്ലതാണ്. അതുപോലെ ഒരു മെഡിസിൻ ആണ് ട്രൈഫോളിയം റിപ്പൻസ്. ട്രൈഫോളിയം പ്രാറ്റൻസ് എന്നും പറഞ്ഞൊരു മരുന്നുണ്ട്. അതും സലൈവറി ഗ്ലാൻഡിൽ ആക്ട് ചെയ്യുന്നതാണ്. ഇതില് ഇതുപോലെ ഈ പറഞ്ഞത് ട്രൈഫോളിയം റിപ്പൻസ് ആണ് സലൈവറി കാൽക്കുലേ. നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ഈ സലൈവറി കാൽക്കുലേ. അത് സർജറി മാത്രമാണ് അവർ പറയുന്നത്. ഇവിടെ വന്നിട്ട് ഭയങ്കര പെയിനുമായിട്ട് വരും. പക്ഷെ ഈ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് പുറത്ത് ചാടും. അത് ടിഞ്ചറ, ട്രൈഫോളിയം റിപ്പൻസ്. അതുപോലെ ത്രൊംബീഡിയം എല്ലാവർക്കും അറിയാതിരിക്കല്ലോ. ത്രൊംബീഡിയം നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് IBSന് ഏറ്റവും പറ്റിയ ഒരു മരുന്നാണ്. അത് പക്ഷെ നമ്മൾ THROMBIDUM. അതെ. ഡയറിയ, ഡിസെൻട്രി ലൈക്ക് സിംറ്റംസ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ അത് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ IBSന്റെ സിംറ്റം അല്ല കൂടുതലും. പിന്നെ സെഡം അക്രി ടിഞ്ചറാണോ? അല്ല, അത് ഞാൻ 30 or 200 ഒക്കെയാ കൊടുക്കുന്നത്. സെഡം ആക്രി അതെന്തിനാണ്? അത് SEDUMACRE ഏക്കർ. ഹെമറോയിഡ്സിന് ഏറ്റവും പറ്റിയൊരു മരുന്നാ. ഭയങ്കര പെയിനും ബ്ലീഡിങ്ങും ഒക്കെ ആയിട്ടുള്ള. മാക്കുണ എന്നും പറഞ്ഞോണ്ട് മെഡിസിനുണ്ട്. മാക്കുണ അതും ഈ സെഡമാക്രി രണ്ടും ഏതാണ്ട് ഒരേപോലെ തന്നെ. 30 ആണോ? അല്ല, ടിഞ്ചർ.
പിന്നെ സാലിക്സ് നൈഗ്ര അതറിയായിരിക്കുമല്ലോ എല്ലാവർക്കും. സാലിക്സ് നൈഗ്ര ബ്ലീഡിങ്, ഹെവി ബ്ലീഡിങ് വിത്ത് ഫൈബ്രോയിഡ്സ്, ഹ്യൂജ് സൈസ് ഫൈബ്രോയിഡ് വന്നിട്ട് ബ്ലീഡിങ് നിൽക്കുന്ന പേഷ്യന്റ്, അത് യൂറിനറി ബ്ലാഡറിനെ ഒക്കെ പിന്നെ കൺജസ്റ്റ് ഇതാക്കിയിട്ട് എപ്പോഴും ബ്ലാഡർ യൂറിനേഷൻ പോണമെന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ സാലിക്സ് നൈഗ്ര തിഞ്ചർ കൊടുത്താൽ മതി, കുറെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഫൈബ്രോയിഡ്. മാഡം 21 ഇനി ആർക്കെങ്കിലും നമുക്കൊരു ഡിസ്കഷനിലേക്ക് പോയാലോ? ഇനി കൂടുതലുണ്ടോ? കഴിയാറായോ? കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞില്ല, വേണമെങ്കിൽ ഇനിയും പറയാം. അല്ല, എല്ലാവർക്കും മാഡത്തിന് കിട്ടിയ ഒരു അവസരമില്ലേ ആർക്കെങ്കിലും? ചേച്ചിക്ക് ഈ എപ്പിഹിസ്റ്റിനെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് വാങ്ങിയതാണല്ലോ. ഞാനല്ലേ ആദ്യം. അത് എങ്ങനെയുണ്ട് റിസൾട്ട്? നല്ല റിസൾട്ട് ആവട്ടെ, നല്ല റിസൾട്ട്. ഓക്കെ, നമ്മൾ തപ്പിയെടുത്താണെന്ന്. അതെ. 22 ഇനി 8 മിനിറ്റേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഒരു ചർച്ചയിലേക്ക് പോകാം. ആർക്കെങ്കിലും ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയണമെങ്കിൽ പറയാനുള്ള സമയമാണ്. കൂടാതെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഭാഗ്യലക്ഷ്മി മാഡം ഇപ്പൊ കേട്ടപ്പോ തന്നെ അറിയാം, സന്തോഷമായി. എത്ര മരുന്നുകളും അതിന്റെ ഇൻഡിക്കേഷനുമാണ് മാഡം നമുക്ക് പറഞ്ഞു തന്നത്. മരുന്നുകളെന്നല്ല, ഏതെല്ലാം മേഖലകളിലാണ് ഹോമിയോപ്പതി ഉള്ളത്. അതാണ്. അല്ല, പിന്നെ ഇതാണ് ഞാൻ ആലോചിക്കുന്നത്, നമ്മൾ പോളിക്രസ്റ്റുകൾ തന്നെ ഒത്തിരി ഉണ്ട്, നമ്മൾ അല്ലാതെ സാധാരണ യൂസ് ചെയ്യുന്ന ഒരുപാട് വരുന്നുണ്ട്. ഇനിയിപ്പോ ഒരാൾ ഈ പ്രശ്നങ്ങളുമായിട്ട് വരണമെങ്കിൽ നമ്മൾ എത്ര മെഡിസിൻ വാങ്ങിച്ചു വെക്കണം? അതെ, മെഡിസിൻ ഇനിയിപ്പോ എല്ലാം കൂടെ വാങ്ങിക്കാൻ വേണ്ടി സ്ഥലമില്ല വെക്കാനായിട്ട്. അതാണ്. എത്ര മെഡിസിനാണ് മാഡം? അതുകൊണ്ട് ഇപ്പൊ ഓരോ ഔൺസാ വാങ്ങിക്കുന്നത്, ഓരോ ഔൺസ്. സ്ഥലമില്ല. അല്ല, അതെ, നമ്മളെ എപ്പോഴും നമുക്ക് എല്ലാ മെഡിസിനും കയ്യിലുണ്ടാവുമെന്ന് ഇരിക്കത്തില്ല. നമ്മളൊന്ന് കൈ കണ്ടുപിടിച്ചാൽ ആദ്യത്തെ പ്രാവശ്യം വരുമ്പോ സ്പെസിഫിക് ആയിട്ടുള്ള കൊടുത്തു വിടുക, പിന്നെ വരുമ്പോ മാറ്റി കൊടുക്കുക, അത്രയാണ്. ഇതില് ചേച്ചി പറഞ്ഞ ഒരു സംഭവം ഉണ്ട്, അതായത് റെസ്ക് ലാബ്ര. അതായത് ഫ്ലാറ്റുലൻസിന് ഒഫൻസീവ് സ്പെൽ ഉണ്ടെങ്കിൽ 3 മാർക്ക് റെമഡിയാണ് റെസ്ക് ലാബ്ര. ഇപ്പൊ ഞാൻ ഒരു കേസ് വന്നു, ഒരു ലേഡി വന്ന് പറയണം, ഭയങ്കര സ്പെല്ല്, ഒറ്റ കോഴ്സ് കൊടുത്തേ ഉള്ളൂ. എങ്ങോട്ട് പോയെന്ന് അവരൊന്നും പറഞ്ഞു, അടുത്ത അയ്യോ ഇപ്പൊ സമാധാനമായിട്ട് പോവാന്ന്. അനിൽകുമാർ ഡോക്ടറെ, നമുക്ക് ചർച്ചയ്ക്കുള്ള സമയമാണ്. നമ്മുടെ ഫംഗ്ഷന്റെ കാര്യം ഒന്നുകൂടെ അനൗൺസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനിയും നമുക്ക് ക്ലാസ് അടുത്ത ഒരു സെഷനിൽ നമുക്ക് ഇതെല്ലാം ഇനി എന്തെങ്കിലും പറയാനുള്ളത് കംപ്ലീറ്റ് ചെയ്യാം. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ച് അരമണിക്കൂർ പോലും പറയാൻ കാണത്തില്ലെന്ന്. ഞാനും അങ്ങനെ വിചാരിച്ചോണ്ടിരുന്നത്. ആണെന്ന് വെച്ചാ ഇനിയിപ്പം നിർത്തേണ്ട അവസ്ഥയായി അവസാനം. ഞാൻ വിചാരിച്ചു മാഡം ഒരു 3/4 മണിക്കൂർ പറയുമ്പോ ഈ സമയം ഇത്രയും പോയതെങ്ങനെയെന്ന് പോലും അറിയാൻ വയ്യ. ഡോക്ടർ ബീന ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഹലോ മാം, അത് ഒരു വെർട്ടിബ്രൽ ഫ്രാക്ചർ ആയിരുന്നു. C5 ഫ്രാക്ചർ ആയിട്ട് കംപ്ലീറ്റ് പാരലൈസ്ഡ് ആയിട്ട് കിടക്കുവാണ്. അപ്പൊ നമുക്ക് ഏത് മെഡിസിൻ ആയിരിക്കും കൊടുക്കുക? വെർട്ടിബ്രലോ? C5 ഫ്രാക്ചർ. ഇവിടെ എന്നാ പറഞ്ഞേ? C5 ഫ്രാക്ചർ. ഫ്രാക്ചർ എവിടെ വന്നാലും സിംഫൈറ്റ് ആണല്ലോ മെയിൻ റെമഡി. അല്ല, പാരലൈസ്ഡ് ആയിപ്പോയി സ്പൈനൽ. അപ്പം ഹൈപ്പറിക്കാം. ഏത് പൊട്ടൻസി? ഹൈപ്പറിക്കാം CM കൊടുക്കും, അല്ലെങ്കിൽ 10mO അല്ലെങ്കിൽ CMO കൊടുക്കണം. അല്ലാതെ ചെറിയ പൊട്ടൻസി പോരാ. 10m റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്തോണ്ട്, റിപ്പീറ്റഡ് മീൻസ് നമുക്ക് ഒരു ദിവസം ഓരോ ഡോസ് വെച്ച് 7 ദിവസം കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. വാട്ടർ ഡോസിലായിട്ടാ? വാട്ടർ ഡോസ്. ഓരോ ഡ്രോപ്പ് നിങ്ങൾ നല്ലപോലെ ഒരൊറ്റ ഡ്രോപ്പ് വാട്ടർ ഡോസ് ആക്കി കൊടുക്ക്. ഓരോ ഡ്രോപ്പ് ഡെയിലി കൊടുക്ക്, ഒന്നും സംഭവിക്കത്തില്ല. ആളെണീറ്റ് വരും. അല്ല, ലിക്വിഡിലാക്കിയിട്ട് കൊടുക്കണോ? വെള്ളത്തിലാക്കി കൊടുക്കണോ? വെള്ളത്തിലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഗ്ലോബുൾസ് ആക്കി കൊടുത്തോളൂ. CM വാങ്ങിച്ചിട്ട് ഒരു 1 gram പിൽസിനകത്തോട്ട് അത് ഒരു 3-4 ഡ്രോപ്പ് ഇട്ടിച്ചിട്ട് അത് മെഡിക്കേറ്റ് ചെയ്തിട്ട് ആ മെഡിസിൻ ഒരു 3 ഗുളിക വെച്ച് ഡെയിലി ഒരു നേരം കഴിക്കാൻ കൊടുക്കുക. മറ്റേ സിംഫൈറ്റം 3x, സിംഫൈറ്റം 3x പിന്നെ ഒരു 4 നേരം, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടും സന്ധ്യയ്ക്ക് ഒരു 3 മണിക്കൂർ ഗ്യാപ്പിൽ ആ സിംഫൈറ്റം 3x കൊടുക്കുക. കാൽക്കേറിയ ഫോസ് 6x.
ഇത് പക്ഷെ കുറെ നാളായിട്ടുള്ള ഒരു കേസാണേ. ആയിക്കോട്ടെ കുട്ടി, നമ്മള് കൊടുക്ക്. ഓക്കെ, താങ്ക് യു മാം. പല അത്ഭുതവും നടക്കും, പല അത്ഭുതങ്ങളും നടക്കും. അതാണ്, കൊടുത്തു നോക്കൂ. കൊടുത്തു നോക്കൂ. കുറെ നാളായിട്ടുള്ള പറയുന്നത് ധൈര്യമായിട്ട് കൊടുക്കും. കൊടുത്തു നോക്ക്, നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റും. നോക്കിയിട്ട് ഉള്ള അനുഭവം മാഡത്തിനെ വിളിച്ച് ഷെയർ ചെയ്യണം, അനുഭവം ഷെയർ ചെയ്യണം. അതാണ്, മാഡത്തിനെ വിളിച്ച് സംസാരിക്കാം, അല്ലെങ്കിൽ പിന്നെ ഫോളോ അപ്പ് ചെയ്യാം. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഭാഗ്യം. എന്തോ മാഡം ശാന്താചന്ദ്രൻ മാഡം. ഓക്കെ, സംസാരിച്ചോളൂ മാഡം. ആ, ശാന്തേച്ചി. പിന്നെ ഒരു 63 years ഉള്ള ഒരു ഹോമിയോ ഡോക്ടർ ഫ്രം ചെന്നൈ ഒരു 7 വർഷം മുമ്പ് കാർഡിയാക് ബൈപ്പാസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഹീസ് സ്ലീപ്ലെസ്, ഉറങ്ങാൻ പറ്റുന്നില്ല. ഓൾമോസ്റ്റ് ഓൾ ഹോമിയോപ്പതി മെഡിസിൻ ഒരുപാട് ട്രൈ ചെയ്തു. ഇഗ്നേഷ്യ, കാലിഫോസ്, ആക്കണൈറ്റ് കുറെ കഴിച്ചു. അപ്പോ അയാളുടെ ഒരു തമിലിയനാണ്, ഫ്രം തെങ്കാശി. അപ്പൊ അയാളുടെ ഒരു നെയ്ബർ ഒരു ഫ്രണ്ട്, കുറച്ച് ഡോക്ടേഴ്സ് ഉണ്ട്, അലോപ്പതി ഡോക്ടറാണ്. അവരുടെ അമ്മയ്ക്ക് എൻ്റെ അടുത്ത് ട്രീറ്റ്മെന്റ് എടുത്തു. അപ്പൊ അത് അവർക്ക് ഒത്തിരി ബെറ്റർ ആയിരുന്നു. അപ്പൊ ഞാൻ എന്ത് മെഡിസിനാ കഴിക്കേണ്ടത് ചോദിച്ചോണ്ട് എന്നെ ഇന്ന് വിളിച്ചു. എന്താ പറയണ്ടേ? ഫോർ ലാസ്റ്റ് 7 years, 7 വർഷമായി സർജറി കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ഉറക്കമില്ല. ഒരുപാട് മെഡിസിൻ ട്രൈ ചെയ്തിട്ടുണ്ട്, ഹോമിയോപ്പതി മെഡിസിൻ, അലോപ്പതി മെഡിസിൻ ഒക്കെ എടുക്കുന്നുണ്ട്. എന്താ കൊടുക്കണ്ടേ? ഞാൻ ഇന്നിപ്പോ കേട്ടപ്പോ വെർബാന കൊടുത്താലോ എന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ കൊടുത്തില്ല. അത് കൊടുക്കാൻ ചേച്ചി. പക്ഷേ ഈ സർജറി എന്നുള്ളത് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. എനിക്കിപ്പം പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അങ്ങനെ ഉണ്ടോന്ന് നമുക്കൊന്ന് റെപ്പർട്ടറി തപ്പി നോക്കാം, എവിടെയെങ്കിലും കിട്ടും. ഞാനപ്പോ എനിക്കൊരു ഡീറ്റെയിൽ എല്ലാം ഇടാൻ പറഞ്ഞിട്ടുണ്ട്. സിൻസ് ഹോമിയോ ഡോക്ടറാണ്, ഒരുപാട് മെഡിസിൻ ട്രൈ ചെയ്തെന്ന് പറഞ്ഞു. ഇട്ടിട്ട് പറയാമോ? ജ്യോതി സംസാരിക്കണം. ജ്യോതി ചേച്ചി പിസിഡിയ കഴിച്ചോ? ഇൻസോംനിയ ആഫ്റ്റർ സർജിക്കൽ ഓപ്പറേഷനെ സ്റ്റിക്റ്റ ഒറ്റ മെഡിസിൻ ആണ്. അത് ഭയങ്കര ഇഫക്റ്റീവ് ആണ്. ഞാനൊരു പേഷ്യന്റിന് ഹിസ്റ്ററക്ടമി ചെയ്തതിന് ശേഷം കൊടുത്തു. അപ്പം സ്റ്റിക്റ്റ 30 റിപ്പീറ്റഡ് ആയിട്ട് ഉറക്കം വന്നു. ഒറ്റ മെഡിസിന് പറയുന്നുള്ളൂ, സർജിക്കൽ ഓപ്പറേഷൻസ് ആഫ്റ്റർ ഇൻസോംനിയ. ഓക്കെ, അപ്പൊ മാഡം ജ്യോതിലക്ഷ്മി ഡോക്ടർ പറഞ്ഞ പോലെ അതൊന്ന് കൊടുത്തിട്ട് നമുക്ക് അടുത്ത കുറച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിൽ തന്നെ ഒന്ന് പറയണേ. ചേച്ചി 30 ഒന്ന് കൊടുത്തു നോക്ക്. കൊടുക്കാം, അറിയാൻ പറ്റുമല്ലോ. അതാണ്, കൊടുത്തിട്ട് നമ്മുടെ ഈ സൂമിൽ തന്നെ പറയണം. നമുക്ക് എന്താണ് റിസൾട്ട് എന്ന് അറിയണം. വേറെ ഒത്തിരി മെഡിസിനുകളൊക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. അതിനിടയ്ക്ക് ഭാഗ്യ ചേച്ചിയും നമ്മളൊക്കെ ഒന്ന് റെഫർ ചെയ്തിട്ട് ഒന്നുകൂടെ പറയാം. ശരി പറയാം. പിന്നെ നമുക്ക് നമ്മുടെ മറ്റേ ഇത് കൊടുക്കാം ചേച്ചി, മറ്റേ വൈറ്റ് ചെസ്റ്റ്നട്ട്. അത് ഇതിന്റെ കൂടെ കൊടുക്കുന്നതിന് കുഴപ്പമില്ല. സ്റ്റിക്റ്റയിലെ കൂടെ കൊടുക്കാം അതും. പിന്നെ പിസിഡിയ കൊടുത്തിട്ട് ഉറങ്ങാത്ത പേഷ്യന്റ് ഉണ്ട് ചേച്ചി. പിസിഡിയ ട്രൈ ചെയ്തിരുന്നു, ഉറങ്ങാൻ. നമ്മുടെ ലത്തീഫ് സാറിന്റെ ഫേവറേറ്റ് മെഡിസിൻ ആണ് പിസിഡിയ. അതുപോലെ നമ്മുടെ പെയിന്, ക്യാൻസർ പെയിന് പുള്ളി പറയുന്നുണ്ട് ഭയങ്കര. പക്ഷെ പിസിഡിയ കൊടുത്തിട്ടും റിസൾട്ട് കിട്ടാത്ത പെയിൻ പേഷ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സമയം കുറവാ. സമയമില്ല. 30 ജയചന്ദ്രൻ ഡോക്ടറാണ് ആദ്യം ഹാൻഡ് റൈസ് ചെയ്ത. ഡോക്ടറെ ചുരുക്കി ചോദിച്ചിട്ട് പെട്ടെന്ന് നിർത്തണേ. അനൗൺസ്മെന്റ് നടത്തിയതിനു ശേഷം ഇനി ചോദ്യോത്തരത്തിലോട്ട് പോവാം. അനൗൺസ്മെന്റ് നടത്തിയതിനു ശേഷം ഇനി ഓക്കെ ഡോക്ടർ പറഞ്ഞോളൂ. ധനേഷ് ഡോക്ടർ പറയോ? അതെ, അല്ല ഡോക്ടർ തന്നെ പറയോ, അതല്ലേ നല്ലത്. ഓക്കെ, ഞാൻ 1-2 പ്രാവശ്യം ഇതിനകം പറഞ്ഞു കഴിഞ്ഞു. 1-2 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ഒന്നുകൂടി പറയാം. നിങ്ങൾ എല്ലാവരും സെപ്റ്റംബർ 28-ന് IFPHന്റെ 5 year സെലിബ്രേഷൻ കൊച്ചി താജ് വിവാന്തയിൽ വെച്ചാണ് നടക്കുന്നത്. നമ്മൾ ഭാഗ്യലക്ഷ്മി മാഡം ഉൾപ്പെടെ നമ്മളെല്ലാവരും ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങളും എത്രയും വേഗത്തിൽ ഡെലിഗേറ്റ് ഫീ ഒക്കെ അടച്ച് രജിസ്റ്റർ ചെയ്ത് വരാനായി റെഡിയാവുക. തീർച്ചയായിട്ടും എല്ലാവരും അതിൽ പങ്കാളികളാവുക. ഈ പ്രോഗ്രാം ഒരു വൻ വിജയമാക്കാൻ നിങ്ങൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കും. ഓക്കെ, ജയചന്ദ്രൻ ഡോക്ടറെ ചോദിച്ചോളൂ, ചുരുക്കി ചോദിക്കണം.
ചുരുക്കം. ഓക്കെ. പിന്നെ നമ്മുടെ ഈ റെയർ റെമഡിയെ പറ്റി നമ്മൾ കോളേജിൽ പോലും പഠിച്ചിട്ടില്ലാത്ത ഒരു നല്ലൊരു പിക്ചറാണ് ഭാഗ്യലക്ഷ്മി മാഡം ഡോക്ടർ അനിൽകുമാറും കൂടി നമുക്ക് തന്നത്. വളരെ നന്ദിയുണ്ട് രണ്ടുപേർക്കും. പിന്നെ ഞാനിപ്പോൾ ചോദിക്കാൻ വന്നത് ഈ കൊച്ചു കുട്ടിയൊക്കെ പനി വരുമ്പോൾ പെട്ടെന്ന് ഫിറ്റ് വരാറുണ്ടല്ലോ. അതിന് നമ്മൾ സിംറ്റമാറ്റിക് ആയിട്ടുള്ള മരുന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതിന് പ്രിവെന്റീവ് ആയിട്ട് എന്തെങ്കിലും മരുന്ന് കൊടുക്കാനുണ്ടോ? പ്രിവെന്റീവ് ആയിട്ട് വീണ്ടും വരാതിരിക്കാൻ. അതിന് വേറൊന്നുമില്ല. ഇതിന് ഫസ്റ്റ് മെഡിസിൻ വന്നു കഴിഞ്ഞാൽ ബെൽഡോണ 10 ദാറ്റ് ഈസ് സ്പെസിഫിക്. വന്നു കഴിഞ്ഞാൽ നിൽക്കും. രണ്ടാമത് കൊടുക്കാം. വീണ്ടും വരാതിരിക്കാൻ ഞാൻ ഉദ്ദേശിച്ചത് കൊടുത്താൽ മതി, അവിടെ നിൽക്കും. എന്നിട്ട് ഒരു ട്യൂബർക്കുലിനോ വല്ലതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്താൽ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയിട്ട്. പിന്നെ ഒരു മരുന്നുണ്ട് ഡോക്ടറെ, അതിന്റെ സ്പെല്ലിംഗ് എനിക്ക് ഇപ്പൊ മുഴുവൻ പറഞ്ഞില്ല. ഒയിനാന്തെ ക്രോക്കറ്റ എന്ന് പറയുന്ന ഒരു മരുന്ന്. ഒയിനാന്തെ ക്രോക്കറ്റ. OINANTHECROCATA. ഒയിനാന്തെ ക്രോക്കറ്റ. അത് 30 6 ഒക്കെ റെഗുലർ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാല് പിന്നെ ഒരുപാട് കുട്ടികളുടെ പിന്നെ ഇത് നമുക്ക് പ്രിവെന്റ് ചെയ്യാന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് ടെമ്പറേച്ചർ ഉള്ളപ്പോഴാണോ ടെമ്പറേച്ചർ ഇല്ലാത്ത സമയത്ത്? ഇല്ലാത്തപ്പോഴേ പ്രിവെന്റീവ് ആയി കൊടുക്കാം. ഡോക്ടർ ചോദിച്ചതിനുള്ള മറുപടി തന്നെ. അതെ, അത് നമുക്ക് പ്രിവെന്റീവ് ആയിട്ട് കൊടുക്കാവുന്ന വേറൊരു മരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കുട്ടി അത് വരാതിരിക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന പരിപാടി, കുട്ടികളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ ഒരു കാൽക്കരിയക്കാർബ് ആണെങ്കിൽ അത് 1 നമുക്ക് ഒരു ഡോസ് കൊടുത്തിട്ട്, പിന്നെ നമ്മുടെ ബയോകെമിക് കോമ്പിനേഷന്റെ ബയോകെമിക് 11, അതായത് പനിയുടെ ഫീവറിന്റെ കോമ്പിനേഷൻ ആയിട്ടുള്ള 11 മെഡിസിൻ റെഗുലർ ആയിട്ട് കൊടുക്കും. 2 ഗുളിക വെച്ച് 3 നേരമൊക്കെ കൊടുക്കും. അത് അതിന്റെ കൂട്ടത്തിൽ രാത്രി കിടക്കാൻ നേരത്ത് ഈ ഒരു ഇതൂടെ കൊടുക്കും, ഈ ഒയിനാന്തെ ക്രോക്കറ്റ. അസുഖം വരൂല. അതെ. പിന്നെ മാത്രമല്ല, ചിലപ്പം നിസ്സാരമായ വേം ട്രബിൾ കൊണ്ട് പോലും കൺവൾഷൻസ് വരാം. അതുകൊണ്ട് ഒരു 5 മാസം 6 മാസം ഒക്കെ കൂടുമ്പോ കുട്ടികൾക്ക് കൃത്യമായും വിരയിളക്കാനും കൂടി അവര് നിർദ്ദേശിക്കുന്നുണ്ട്. ചിലപ്പോ ചിലര് ശ്രദ്ധിക്കൂല, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് വിചാരിച്ച് ഒരു വർഷത്തോളമൊക്കെ വിരയ്ക്ക് മരുന്ന് കൊടുക്കാതെയൊക്കെ ഇരിക്കും. കൊച്ചുങ്ങൾക്ക് ഒരു 6 മാസം ഒക്കെ കൂടുമ്പോ തീർച്ചയായിട്ടും അതിന് ലക്ഷണങ്ങൾ കണ്ട അതിന് മുമ്പ് കൊടുക്കാം. അപ്പൊ അതുകൂടെ ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പോ ഇനി നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഓക്കെ. നമ്മുടെ ഭാഗ്യലക്ഷ്മി മാഡത്തിന് ഇത്രയും സമയം പോയത് അറിഞ്ഞില്ല. ഈ 10-20 നോക്കിയപ്പോ ഞാൻ തന്നെ അന്തം വിട്ടുപോയി. അപ്പോ നമ്മുടെ ഇത്രയും നല്ല അറിവുകൾ പങ്കുവെച്ച് തന്ന ഭാഗ്യലക്ഷ്മി മാഡത്തിന് നന്ദി പറയുന്നതിന് വേണ്ടി ഡോക്ടർ ജ്യോതിലക്ഷ്മിയെ ക്ഷണിക്കുന്നു. ഉണ്ടോ? ഡോക്ടർ ജ്യോതിലക്ഷ്മി ഉണ്ടോ? അനങ്ങുന്നില്ലല്ലേ? ജ്യോതി, എളുപ്പം പറയടി നന്ദി, ഞാൻ ഇറങ്ങി പോട്ടെ. ഉറങ്ങാൻ നേരമായി. വരുന്നില്ല കേട്ടാ. ഹലോ ഹലോ, കേക്കാവോ ചേച്ചി? കേക്കാം. കാണാൻ പാടില്ല. വീഡിയോ ഓണാക്ക്. അയ്യോ, ഇത് ചേട്ടന്റെ ഫോണാണ്. എനിക്കിത് എങ്ങനെ? കുഴപ്പമില്ല, പറഞ്ഞോളൂ, എളുപ്പം പറയൂ. പിന്നെ നമ്മുടെ എല്ലാ സ്വന്തം ഭാഗ്യ ചേച്ചിയുടെ ക്ലാസ് കേട്ടോ നീ? അടിപൊളി ക്ലാസ് ആയിരുന്നു. എനിക്ക് തുടക്കം കേൾക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. പിന്നെ ബാക്കിയെല്ലാം കേട്ട് കുറെ എല്ലാം കുറിച്ച് വെച്ച് ഇതെല്ലാം വാങ്ങിപ്പിക്കും ചേട്ടനെ കൊണ്ട്. അപ്പൊ ഇതെല്ലാം പ്രയോഗിച്ച് നോക്കുന്നതായിരിക്കും. ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ് തന്ന ഭാഗ്യ ചേച്ചിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഇനിയും ചേച്ചി ഇതുപോലുള്ള റെയർ മെഡിസിനുകളും കൊണ്ട് വരണം, ക്ലാസ് എടുക്കണം, നമ്മളെല്ലാരും പഠിപ്പിക്കണം. അത്രയല്ല. എല്ലാവർക്കും നന്ദി, ശുഭരാത്രി. ഓക്കെ, ബൈ. ജ്യോതിലക്ഷ്മി മാഡം പറഞ്ഞോളൂ. അതന്നെ, എല്ലാവർക്കും എന്റെ നന്ദി, എന്റെ ഇത്രയും നേരം കേട്ടിരുന്ന സഹിച്ചിരുന്നതിന്. ഇത് നമ്മുടെ ഒരു ആവശ്യമല്ലേ, അതുകൊണ്ട്
ഓക്കെ, അപ്പൊ ജ്യോതിലക്ഷ്മി ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് സൂമിലുണ്ടായിരുന്ന എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് 1838 ദിവസം വെബിനാർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. നമസ്കാരം, നന്ദി, എല്ലാവർക്കും നന്ദി. വീണ്ടും തുടരണം. അമ്മയുടെ സംസാരിക്കും, അച്ഛക്ക് ഒരു കോൾ